നമുക്ക് തിരുവചനത്തിലേക്ക് കിടക്കാം. അതിലേക്ക് ഒരു വചനം വായിച്ചിട്ടിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 6 മുതൽ ചില വാക്യങ്ങൾ ഇവിടെ എടുക്കുന്ന വചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആറാമത്തെ വചനം മുതൽ 11-ാമത്തെ വചനം വരെ വായിക്കാം. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യമാവും. കർത്താവായ യേശുവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു പറഞ്ഞിരിക്കുന്നു, ഈ അന്ത്യകാലം നോഹയുടെ കാലം പോലെ ആകുമെന്ന്. കർത്താവെ, അത് ആത്മാവിൽ ഞങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. വചനം പറയുന്നു, നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങൾക്ക് നാവിൽ നൽകാമെന്ന്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ, ഞാനോ കുറയണം, അങ്ങോ വളരണം, ബുദ്ധി അഫലമാകട്ടെ. വായിച്ച് ഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അവിടെ പറയുവാനുള്ളത്. നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല. തിരുവചനം കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുവെ, ഇന്നും അങ്ങ് നമ്മോട് സംസാരിപ്പാൻ ശക്തനാകയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വാഗ്ദത്തം ചെയ്ത വിശ്വസ്തൻ വാക്കുമാറാത്തവൻ. വാഗ്ദത്തങ്ങൾ മുഴുവനും ക്രിസ്തുവിൽ ഊവന്നത്രേ. അത് ഓരോ ഉള്ളത്തിലും ഗ്രഹിപ്പിച്ചുകൊണ്ട് അവർ ഈ കാലത്ത് നോഹയുടെ കാലത്ത് പോലെ വീണുപോയവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പെട്ടകം കർത്താവായ യേശു ക്രിസ്തു. അവിടെയും ഒരു കിളിവാതിൽ ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു വാതിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ പാപമോചന സ്നാനം ലഭിച്ച് പാപം മോചിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടു. കാരണം യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവേൻ എന്ന്. പാപമോചന സ്നാനത്തിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കാതെ, തുറന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുള്ള അഭിഷേകത്തിലൂടെ അല്ലാതെ, അതായത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്ത ഒരുവനും ദൈവരാജ്യം കടക്കുകയില്ല. കരുണയുള്ള കർത്താവെ, ഈ വചനത്തിന്റെ ആഴങ്ങളെ മർമ്മങ്ങളെ നമ്മൾ അവിടെ നിന്ന് ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങൾ പ്രാർത്ഥനയോടായിരിക്കുക. കഴിഞ്ഞ ആഴ്ചയ്ക്ക് നമ്മുടെ അടുത്തത് പഴയ നോഹയുടെ കാലത്ത് ജാരസന്തതികൾ ഉണ്ടായത് എങ്ങനെയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതറിയാം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അത് പഠിച്ചത്? ഈ കാലം അങ്ങനെ ആകും എന്ന് യേശു പറഞ്ഞിട്ട് പോയെങ്കിൽ ഈ കാലത്ത് എങ്ങനെയാണ് ജാരസന്തതികൾ ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് നാം വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചവരാണെന്ന് വിശ്വസിക്കുന്നു. നാം ദൈവസഭയിലായിരിക്കുന്നു. എന്നാൽ ഈ സന്ദേശത്തിന്, ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തിനും ദൈവിക വെളിപ്പാടിനും പുറത്ത് നാം എന്ത് വിശ്വസിച്ചാലും അത് ബുദ്ധിപരമായിട്ട് മറ്റു പല വചനങ്ങൾ ശരിയായി പോകുന്നുവെങ്കിലും ഈ കാലത്തിന്റെ വചനവും ഈ കാലത്തിന്റെ ദൈവിക വെളിപ്പാടും അല്ല എങ്കിൽ നാം അത് വിശ്വസിച്ചാൽ നമ്മിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് ജാരസന്തതി. കാരണം ഫലം ശേഖരിക്കാനാണ് കർത്താവ് വരുന്നത്. ജാരസന്തതി എന്നുള്ള ഫലമാണെങ്കിൽ കർത്താവ് ശേഖരിക്കുകയില്ല. നാം ആത്മാവിന്റെ ഫലങ്ങൾ കഴിക്കണം. ആമേൻ. അതായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ ദൈവം ഇവിടെ പറഞ്ഞത്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടായി. ഓക്കെ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇതുവരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കൃപ എന്ന് പറയുന്നതാണ് ഈ കാലം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനം. അത് പരിശുദ്ധാത്മാവ്. ആമേൻ. ആ ദാനം, ഈ കൃപ ലഭിക്കണമെങ്കിൽ എന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവർക്ക് അത്രേ ഈ കൃപ. കൃപ എന്നത് ദാനം. ലൂക്കോസ് 24-ാമത്തെ അധ്യായം 49 യേശു പറഞ്ഞു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, ആ വാഗ്ദത്തമാണ് കൃപ. ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവ്, അത് നൽകുന്നത് കൃപ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. നിങ്ങളോ ഉയർന്നുന്ന ശക്തി ധരിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ പാർക്കുക. അപ്പോൾ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിക്കാനുള്ള കാരണം അവൻ ദൈവത്തോടു കൂടെ നടന്നു. മാത്രമല്ല, അവൻ ഏകദേശം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണമായി അനുസരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അവൻ എടുക്കപ്പെട്ടു. ഹാനോക്ക്. അവനാണ് വിശുദ്ധൻ. നോഹയുടെ സഹോദരന്റെ മകനായിരുന്നു. അപ്പോൾ നോഹ എവിടെയൊക്കെയോ തെറ്റിപ്പോയി.
നീതീകരണം മാത്രമേ ലഭിച്ചുള്ളൂ. എന്ത് ലഭിച്ചിട്ടില്ല? വിശുദ്ധീകരണം ലഭിച്ചിട്ടില്ല. ഇന്ന് നമുക്കിവിടെയുള്ള എല്ലാവർക്കും ഈ സഭയിലിരിക്കുന്ന സകല മനുഷ്യർക്കും നീതീകരണം ലഭിച്ചു. എന്തുകൊണ്ടാ? നമ്മൾ സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിലാണ് വിശ്വസിക്കുകയും പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ എന്നല്ല, അവൻ ഒന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. വിശ്വാസത്താൽ നീതീകരണം. റോമർ 5 വായിച്ചു നോക്കുക. അപ്പോൾ വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചു. അത് വിശ്വാസ സ്നാനമാണ് സ്വീകരിച്ചതെങ്കിൽ ദൈവം അത് കണക്കെടുക്കുകയും നമുക്കടുത്ത് വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ വിശുദ്ധീകരണം ലഭിക്കുകയും ചെയ്യും. വിശുദ്ധീകരണം ലഭിച്ചു കഴിഞ്ഞാൽ അവന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടും. മുദ്രയിട്ടവൻ ഹാനോക്ക് അവൻ എടുക്കപ്പെട്ടു. മുദ്രയിട്ട് ഞാൻ ചെയ്യുന്നത് പഴയ നിയമകാലത്ത് ഹൃദയത്തിൽ മുദ്രയിട്ടില്ലായിരുന്നു എങ്കിലും ദൈവം അത് ആ കാലത്ത് വിശുദ്ധനായി കണക്കിട്ടു, അവൻ എടുക്കപ്പെട്ടു. നീതിമാനായി കണക്കിട്ടവൻ എങ്ങനെയാ പറയുന്നത്? ബൈബിൾ പറഞ്ഞത് നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും. അപ്പോൾ നമ്മളിവിടെ നീതിമാനായിട്ടിരിക്കുന്നു, വിശുദ്ധനായിട്ടിരിക്കുന്നു. ഇത് ക്ലബ് ചെയ്ത് പഠിക്കാനാണ്. കർത്താവിന് നമ്മോട് പറഞ്ഞു തരാനും ഒരുക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധയോടെ ആയിരിക്കുന്നത്. ഒരുക്കുന്നതും നമ്മളെ, ഞാൻ അറിയാതെ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഒരുക്കുവാനും കറക്റ്റാണ്, നമ്മളല്ല ഒരുക്കുന്നത്. നമുക്ക് ഒരുങ്ങാൻ കഴിയുമെങ്കിൽ പണ്ടേ വന്നത് നമ്മുടെ അടുക്കലുണ്ട്. നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ധ്യാനിക്കുന്നു. നമുക്ക് ഒരുങ്ങാൻ പറ്റിയില്ലല്ലോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബുധനാഴ്ച പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കാൻ കഴിയാത്ത ജീവിതം എന്നിൽ ഇരുന്നു കൊണ്ട് ജീവിപ്പിക്കുന്നതിനാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നിലേക്ക് വരുന്നത്. ആമേൻ. അപ്പോൾ നമ്മൾക്കല്ല പേര്, കർത്താവ് തന്നെ മഹത്വം. ഓക്കെ. അപ്പം നമ്മൾ വിശുദ്ധനാണോ നീതിമാനാണോ എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ആമേൻ, ദൈവം നമ്മോട് ഇടപെടുന്ന രീതി നമ്മൾ നോക്കണം. ഒരു തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ഹൃദയത്തിൽ വേദന ഉണ്ടാവുകയും അത് അരുത് എന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇല്ലാത്തവരെ ഇത് ഹൃദയത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ഹൃദയത്തിൽ ഒരു നോവ് കിട്ടുന്നുണ്ട്, അതായത് കുത്ത് കിട്ടുന്നുണ്ട്. 2 ടൈപ്പും ഉണ്ട്. ഓക്കെ. ചില സമയത്ത് കർത്താവ് സംസാരിക്കും, ചിലപ്പോൾ ഹൃദയത്തിൽ ഒരു വേദന പോലെ തോന്നും, അതല്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും, എന്തെങ്കിലും, അപ്പോൾ നമ്മൾ ഉണരും. അപ്പൊ ഇങ്ങനെ പരിശുദ്ധാത്മാവ് വഴി നടത്തും. അപ്പോൾ ആ ആത്മാവ് വഴി നടത്തുന്ന പ്രകാരം പോകുമ്പോൾ ആണ് നാം ദൈവത്തിന്റെ ജനമാവുന്നത്. ഇല്ല എങ്കിൽ തള്ളപ്പെടും. ഏത്? 2ാമത്തെ ഗണത്തിലേക്കോ 3ാമത്തെ ഗണത്തിലേക്കോ തള്ളപ്പെടും. അപ്പോ നോഹ നീതിമാൻ പ്രയാസൻ എന്ന് പറയുമ്പോൾ ഹാനോക്ക് ആ കാലത്ത് വിശുദ്ധനായിരുന്നു, അവൻ എടുക്കപ്പെട്ടു. കാണുന്നുണ്ടല്ലോ. ഓക്കെ. അവൻ എടുക്കപ്പെട്ടു. അതിനുശേഷം നോഹ പ്രയാസേന ആ ജലം 1 വർഷത്തോളം ആ ജലം 1 വർഷത്തോളം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവനും അത്രയും കാലം അവിടെ ജലത്തിലായിരുന്നു, ആ പെട്ടകത്തിനുള്ളിലായിരുന്നു. അവൻ പ്രയാസേനയാണ് എടുക്കപ്പെട്ടത്. ഹാനോക്കോ മരണം കൂടാതെ എടുക്കപ്പെട്ടു. ഓക്കെ. ഇത് നോഹയുടെ വംശപാരമ്പര്യമാവല്. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തെന്ന് വെച്ചാല് കായിന്റെ പേര് ആദാമിന്റെ വംശപരമ്പരയിൽ ചേർക്കാത്തത് കായിനെ ശപിച്ചത് കൊണ്ടാണ് എന്നവർ പറഞ്ഞ് നമ്മളെ തെറ്റിക്കാൻ നോക്കുന്നു. എന്നാൽ അങ്ങനെ അല്ല എന്ന് കാണിച്ചു കൊടുക്കാനാണ്. കാരണം നോഹയുടെ മകനെയും ശപിച്ചു. ശപിച്ച ശേഷവും നോഹയുടെ വംശപാരമ്പര്യത്തിൽ ആ ശപിച്ച മകന്റെ പേര് ചേർത്തിരിക്കുന്നു. 6:10 ശേം, ഹാം, യാഫേത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. അപ്പോ നോഹയുടെ വംശപാരമ്പര്യത്തിനോടൊപ്പം ആ മക്കളെ ചേർത്തിട്ടുണ്ട്. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ ശ്രദ്ധിച്ചോളണം. സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ആരുടെ? ജഡത്തിൽ. ജഡപ്രകാരം ജീവിച്ച സകലരുടെയും നാശം. അതിനു മുമ്പേ ആത്മാവിൽ ജീവിച്ചവൻ എടുക്കപ്പെട്ടു. 2ാമത്തെ ഗണത്തിൽ പോകേണ്ടുന്നവനെയാണ് അറിയിക്കുന്നത്. 1ാമത്തെ ഗണത്തിൽ പോകേണ്ടവൻ പോയി, 2ാമത്തെ ഗണത്തിൽ പോകേണ്ടുന്ന വ്യക്തിയോട് അറിയിക്കുകയാണ്. അപ്പോഴും നമുക്കൊരു ചാൻസ് അവിടെ തരുന്നുണ്ട്. ദൈവം അപ്പോഴും പറയുന്നു ചില കാര്യങ്ങൾ അനുസരിക്കണമെന്ന്. നോക്കൂ, അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ, കണ്ടോ, അവരാൽ. നോഹയെ നിന്നാലല്ല. 2ാമത്തെ 1ാമത്തവൻ പോയി, അവനാലുമല്ല. 2ാമത്തെ ഗണത്തിലിരിക്കുന്ന നോഹയാലുമല്ല, അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും. എന്താ അതിക്രമം? ശരിയായത് എന്ന് അറിഞ്ഞിട്ടും
വ്യക്തമായിട്ടും നാം തെറ്റിക്കുന്നതാണ് അതിക്രമം. ലംഘനവും അത് തന്നെയാണ്. അറിവില്ലായ്മയുടെ കാലം ദൈവം ക്ഷമിക്കും. ഓക്കെ, ഇനി ഈ കാലം എങ്ങനെയാണെന്ന് പറയാം. ഇത് ഇത്രയും കൂടെ വായിച്ചതിന് ശേഷം, അപ്പോ നോഹയുടെ കാലം പോലെ എന്ന് കർത്താവ് ഈ കാലം പറയാനുള്ള കാരണം, ആ കാലത്ത് നോഹയിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ അത് ദൈവമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അതിന്റെ അടയാളങ്ങളൊന്നും പ്രകൃതിയിൽ ഇല്ലാതിരിക്കെ തന്നെ നോഹ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവം പറഞ്ഞ കാര്യം ഉൾക്കൊള്ളുക മാത്രമല്ല അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രവർത്തിക്കുമ്പോഴും നോഹയ്ക്ക് അറിയാം ഇത് ലോകത്തോട് ചെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. ദൈവത്തിന്റെ ഓരോ തെരഞ്ഞെടുപ്പും പ്രവൃത്തിയും എല്ലാം ആ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങളുടെ അന്ന് വരെയുള്ള ജീവിതത്തിന് വ്യത്യസ്തമായിരുന്നു. ഈ കാലത്ത് കണക്ട് ചെയ്ത് അങ്ങനെ ഇരിക്കും. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭകൾ വിശ്വസിച്ചിരിക്കുന്ന വചനവ്യാഖ്യാനങ്ങളോ സ്നാനങ്ങളോ പോലെ അല്ല ബൈബിളിൽ. അപ്പോൾ ചെറിയൊരു കൂട്ടരെ നമ്മെ വിളിച്ച് ദൈവം നോഹയോട് അരുളി ചെയ്തതുപോലെ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലോകത്തോട് ചെന്ന് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല. എങ്കിലും ഇത് വിശ്വസിക്കുന്നവൻ പോയി പറഞ്ഞിരിക്കും. ആമേൻ. ചെന്ന് പറയാതെ ഭയക്കുന്നവൻ എന്ത്? വെറുതെ യാത്ര ചെയ്യാണ്. മോശയുടെ പിന്നാലെ 30 ലക്ഷം യാത്ര ചെയ്താൽ ഇവിടെ വെറുതെ യാത്ര ചെയ്യുകയാണ്. വിശ്വസിച്ചാൽ അതിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. വിശ്വാസം കൂടാതെ അതിന്റെ പ്രവൃത്തി കൂടാതെ അതിന്റെ വിശ്വാസം തെളിയിക്കാന്ന യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഭയക്കുന്നുവെങ്കിൽ പറഞ്ഞ ദൈവത്തിൽ ദൈവത്തെ അറിയില്ല. പച്ചയ്ക്ക് പറഞ്ഞ ദൈവത്തെ അറിയുക പോലുമില്ല. അറിയാമെങ്കിൽ ആര് പറഞ്ഞാലും എത്ര പേര് എതിർത്താലും പറഞ്ഞതിന്റെ കർത്താവാ. നോക്കിക്കൊള്ളണം. ഇവിടെ കർത്താവ് നോഹയോട് പറഞ്ഞ സംഭവം ഉൽപ്പത്തി 6:14 കേൾക്കുമ്പോഴേ നോഹ, നമ്മളാണെങ്കിൽ നോഹയെ പറയുന്നില്ല, നമ്മൾ അതായത് സൂചന അറിയിക്കാനും പോകുന്നില്ല. ഈ ഇന്ന് വെളിപ്പെടുത്തി തന്ന വിശ്വാസത്തിന്റെ ജീവിതം ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചേ പറയുന്നുള്ളൂ. ഇവിടെയും പറഞ്ഞ അവരാൽ, അപ്പൊ നോഹയെ നിന്നാലല്ല, എടുക്കപ്പെട്ട വിശുദ്ധൻ ഹാനോക്കിനാലല്ല. അപ്പൊ ദൈവം അവിടെ വേർതിരിച്ച് പറയുന്നത് ഇവിടെയും ഞാൻ പറയാണ്. ഇങ്ങനെ ഒന്നും പോകാത്തവരെ കുറിച്ച് പറയാണ്. അവരാണെങ്കിൽ ഇറങ്ങി പുറപ്പെടില്ല. പക്ഷെ നോഹ നോക്കൂ, നീ ഗോഫേർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ പറയും, കർത്താവേ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാം. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. ഓക്കെ, ഈ ഇത്രയും കാര്യം പറയാം. ഗോഫേർ മരം എന്ന് പറയുന്നത് ഹോളുകളുള്ള തടിയാണ്. ഈ ബോട്ട് ഉണ്ടാക്കുന്ന എന്തിനാണ്? ഭൂമിയിൽ ജലം വന്ന് എല്ലാ ജഡത്തെയും നശിപ്പിക്കുമ്പോൾ നീ ആ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിന്നെ നിന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബോട്ട്. ആമേൻ. ഇന്ന് ആ പെട്ടകം ബോട്ട് ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു. ഒരു മനുഷ്യൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് കർത്താവ് നൽകിയ നാമവും കർത്താവായ യേശു ക്രിസ്തു. നോക്കുക, അപ്പൊ ഗോഫേർ മരം എന്ന് പറയുന്നത് നിറയെ ഹോളുകൾ ഉള്ളതും വെള്ളത്തെ ആഗിരണം ചെയ്യുന്നതുമായ ഒരു തടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ സുവിശേഷം കേൾക്കുന്നു. ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് വേദന ഉണ്ടോ? ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ പലർക്കും വേദന ഉണ്ടാവും. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തമായി പഠിപ്പിക്കണം. കാര്യം എന്താ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കർത്താവ് തന്നെ ചോദിക്കും, നീ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പ്രവാചകൻ പറഞ്ഞെന്താ? ബിസ്ക്കറ്റും പച്ചവെള്ളവും കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നാലും കർത്താവ് എന്റെ നാവിൽ തരുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കും. അതായത് സഭയിൽ ആരും ഇല്ലെങ്കിലും എല്ലാവരും പോയാലും. അപ്പൊ ഗോഫേർ മരം ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കൊള്ളണം. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളെ വിളിച്ച് നമുക്ക് വിശ്വസിച്ച് ഇവിടെ വന്നു. നമ്മളെ വിശ്വാസത്തെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ നിങ്ങൾ പരിശോധിക്കുക. കർത്താവ് പരിശോധിച്ചോളൂ. അപ്പൊ തുടക്കം മുതലേ പറയുന്നത് ഗോഫേർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കുകയാണ്. അപ്പൊ ഈ തടി എന്ന് പറയുന്നത് വെള്ളത്തെ ആഗിരണം ചെയ്യുക മാത്രമല്ല, ആഗിരണം ചെയ്ത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന തടിയാണ്. ഈ തടി കൊണ്ട് പെട്ടകം ഉണ്ടാക്കിയാൽ അതിനകത്ത് രക്ഷ പ്രാപിക്കാൻ കഴിയും. ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തയാണ്. പക്ഷെ എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. സമാധാനത്തിലിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഇത് രക്ഷിക്കാനാണ് ബോട്ടുണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ അത് ആ സാഹചര്യത്തിന് പ്രതികൂലമായാലും വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം സർവശക്തൻ. എന്റെ ബലമുള്ള ഭുജം നിന്നെ താങ്ങിക്കൊള്ളുന്നു പണ്ട് കാലം മുതലേ കർത്താവ് പറയാണ്.
40-ാമത്തെ വയസ്സിൽ മോശ ഇസ്രായേലിൽ ജനത്തെ വിടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ പ്രാപ്തി, അവനറിയാം ഈ പ്രായത്തിലെ ഇനി കഴിയുള്ളൂ, കുറച്ചുകൂടെ പ്രായം കൂടിയാൽ പറ്റില്ല. അവൻ ആരെ കണ്ടില്ല? ദൈവത്തിന്റെ ആലോചന ചോദിച്ചുമില്ല, ദൈവത്തിന്റെ കഴിവിനെ കുറിച്ച് അവൻ അറിയുകയില്ലായിരുന്നു. ജ്ഞാനിയായിരുന്നു, പക്ഷെ അവൻ സ്വന്തത്തിൽ ആശ്രയം. കുറച്ചുകൂടെ പ്രായം ചെന്ന ഇത്രയും സൈന്യങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ വിളിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അവനിൽ ആശ്രയിച്ചു. പക്ഷെ അവനെ വിളിക്കുമ്പോഴേ ദൈവം പറഞ്ഞു, എന്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളും. എന്താണ് ഭുജം? ആരെങ്കിലും ഒരാൾ സഭയാകുമ്പോൾ ചോദിച്ചാൽ അവിടെ പഠിപ്പിക്കാൻ, ഞായറാഴ്ചയും പഠിപ്പിക്കുന്നു, ബുധനാഴ്ചയും പഠിപ്പിക്കുകയാണ്. സഭയിൽ പ്രസംഗമല്ല അവിടെ നടക്കുന്നത്. എന്താണ് ഭുജം? ഞാൻ ഇവിടെയാണെന്ന് ചോദിക്കുന്നത്, എനിക്കെങ്കിലും കേൾക്കണ്ടേ? ഉറക്കെ പറയൂ. അടുത്ത് പരിശുദ്ധാത്മാവ്. ശരീരമല്ല, എന്താ പറഞ്ഞത്? അത് വ്യക്തമായി പറയൂ. യേശുവാണ് ദൈവത്തിന്റെ ശരീരം, കർത്താവ് യേശു ക്രിസ്തു. ഇത് മുമ്പൊരിക്കൽ ഞാൻ സഭയിൽ പഠിപ്പിച്ചതാണ്. കന്യക മറിയത്തിലൂടെ മാത്രമല്ല യേശു ഭൂമിയിൽ വന്നത്, യേശു അതിനു മുമ്പും ഭൂമിയിൽ വന്നു. അതായത് എപ്പോഴൊക്കെ ശരീരം ധരിച്ചോ അപ്പോഴെല്ലാം പുത്രനിൽ ഇരുന്നു കൊണ്ടാണ് ദൈവം സംസാരിച്ചതും പ്രവർത്തിച്ചതും. ഏദൻ തോട്ടം മുതൽ വന്ന് ആത്മാവായ ദൈവം എങ്ങനെ പൊടി കുഴച്ചൊരു ശരീരം ഉണ്ടാക്കണത്? ദൈവം ആത്മാവല്ലേ. അപ്പൊ ദൈവം അവിടെ ഒരു ശരീരം സ്വീകരിച്ച് ആ ശരീരത്തിൽ കൊണ്ടാണ് അവിടെ ആ പൊടിയെടുത്ത് ശരീരത്തെ സൃഷ്ടിച്ചത്. എന്നിട്ട് യഹോവ ദൈവം തോട്ടത്തിൽ നടന്നപ്പോ കാലൊച്ച കേട്ടു. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠമായിരിക്കുന്ന ദൈവം നടക്കുമ്പോ തോട്ടത്തിൽ എങ്ങനെ ഒച്ച കേൾക്കണത്? അപ്പോൾ അവിടെ ശരീരധാരിയായി വന്നു. അവർക്ക് കാണാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, മോശ അവനെ കണ്ടില്ല, ദൈവത്തെ ആരും കാണാൻ കഴിയില്ല, കണ്ടാ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടു, സംസാരിച്ചു, കാലൊച്ച കേട്ടു. അപ്പൊ ദൈവം വരുമെന്നും കാണാൻ കഴിയുന്ന തരത്തിൽ, മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവം അവരുടെ മുമ്പിൽ വരുമെന്നും മനസ്സിലായതുകൊണ്ടല്ലേ അവൻ പോയി ഒളിച്ചിരുന്നത്. ഇല്ല, ആത്മാവായി നിൽക്കുന്ന ദൈവം ഒരു മരത്തിന്റെ മുകളിലൊക്കെ പാറയുടെ പുറകിലെ കയറിയിരുന്നാൽ ദൈവത്തിന് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അപ്പൊ അവന് ചിന്ത, അവന് സാദൃശ്യമായി ദൈവം വരും. അങ്ങനെ വന്ന പരിചയം അവനുണ്ട്, കണ്ട പരിചയവുമുണ്ട്. അങ്ങനെ തന്നെ നമ്മളും കാണണം, എങ്കിലേ വിശ്വാസമാവുള്ളൂ. അബ്രഹാം കണ്ടു, വ്യക്തം, അവൻ ആത്മാവിലാ കണ്ടത്. ആ അബ്രഹാമിന്റെ വിശ്വാസം ജാതികൾക്ക് വരേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ ഇവിടെ ഗോഫേർ മരം എന്ന് പറയുമ്പോൾ അത് വെള്ളത്തെ ആഗിരണം ചെയ്യുക മാത്രമല്ല, അത് താഴ്ന്നു പോവുകയും ചെയ്യും. ഇനി ഇവിടെ അറകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അകത്തും പുറത്തും കീൽ തേക്കണം. ഇത് രഹസ്യമാണ്. ഇത് നോഹ പറയുന്നു തോന്നുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെസ്സേജിനകത്തും ദൈവിക രഹസ്യങ്ങൾ പുറത്തു പറയാൻ പറയാൻ പാടില്ല. ഇത് തന്റെ ജനത്തോട് അറിയിക്കുന്നത്. അത് ഞാൻ പച്ച കളർ കാണാമോ നിങ്ങൾക്ക്? പച്ച ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്റെ ജനത്തോട് പറയുന്നതാണ്. അകത്തും പുറത്തും കീൽ തേക്കണം. ഈ കീൽ തേച്ചു കഴിഞ്ഞാൽ വെള്ളം അതിൽ പെടില്ല, ആഗിരണം ചെയ്യാൻ പറ്റില്ല. ചേമ്പലയിൽ വെള്ളം ഒഴിച്ചുപോലെ ഇരിക്കും. വെള്ളവും ബോട്ടും തമ്മിൽ ഒരു അന്തരം ഉണ്ടായിരിക്കും. ഇതാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം. പാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ രക്തത്താലാണ് പാപമോചനം നമ്മെ സംരക്ഷിക്കുന്നത്. ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഈ ഗോഫേർ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടകം എന്ന് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു, ആ രക്തമാണ് നമ്മെ സംരക്ഷിക്കുന്നത്. അന്ന് നോഹ ഈ പെട്ടകം ഉണ്ടാക്കിയ ശേഷം മറ്റൊരു പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ഈ കീലെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മരത്തെ ഇടിച്ചു വീഴണം. ഇന്നത്തെ പോലെ ഗ്രീസും ടാറും അവിടെ ഇല്ല. മറ്റൊരു മരത്തെ ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ചാറെടുത്ത്, ആ ചാറാണ് കീൽ, അതെടുത്താണ് ആ പെട്ടകത്തെ തേച്ച് സംരക്ഷിച്ചിരുന്നത്. ഈ ഇന്നത്തെ പച്ചമരമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ഇഞ്ചിഞ്ചായി ഇടിച്ചു പിഴിഞ്ഞ് തല മുതൽ പാദം വരെ ഒഴുകിയ രക്തമാണ് എന്നെ സംരക്ഷിക്കുന്നത്. നോഹയുടെ കാലം പോലെ നോക്കൂ, നോഹ എന്ന് സംരക്ഷിക്കാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇന്ന് എന്നെ സംരക്ഷിക്കുന്ന കർത്താവ് തന്റെ രക്തത്തെ ഒഴുക്കിയിരിക്കുകയാണ്. നോക്കൂ, ഇതനുസരിക്കുന്നവരോടാണ്. നിന്നോട് ഞാൻ ഒരു നിയമം ചെയ്യിക്കണം. നിന്നോട്, എല്ലാവരോടും അല്ല. പക്ഷെ അവരെ കൊല്ലാൻ പോവുകയാണ്. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. നോക്കടുത്തത്, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. നമ്മളോ?
ദൈവം നമ്മോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. വിഷമമാണ്, ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർ വെറുത്താലോ എന്നെ അംഗീകരിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചൊന്നും നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇത് രണ്ടാമത്തെ ഗണത്തിൽ പോകുന്ന പോലെ അങ്ങനെ തന്നെ അനുസരിച്ചു വന്നാ. അപ്പൊ ഒന്നാമത്തെ ഗണത്തിൽ പോലെ എങ്ങനെ ആയിരിക്കും? അവൻ മറ്റൊരു ക്രിസ്തു തന്നെ ആയിരിക്കും. ഇന്ന് ഇത് ഈ പെട്ടകം പണിയുന്ന സമയത്ത് തന്നെ പ്രവാചകന്റെ കർത്താവ് പറയുന്നത് ഏകദേശം 120 വർഷം. ഒരു മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ 120 അപ്പൊ ഒരു മനുഷ്യായുസോളം അവൻ ലോകത്തിൽ എന്ന് പറയും. മഴ വരാൻ പോകുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം ഒരു പെട്ടകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ ആ പെട്ടകത്തിൽ വന്ന് കയറണം. നിങ്ങൾ എത്ര ദൂരെ ആയിരുന്നാലും എവിടെയായിരുന്നാലും ഒരു പെട്ടകം ഒരുക്കിയിട്ടുണ്ട്, ആ പെട്ടകത്തിൽ വന്ന് കയറണം രക്ഷ പ്രാപിക്കണമെങ്കിൽ. ഇത് നോഹ ലോകത്തോട് ചെന്ന് പറഞ്ഞിട്ട് കുറെ പ്രദേശത്ത് പോയി ചെന്ന് പറയും, തിരികെ വന്ന് വീണ്ടും പെട്ടകം ഒരുക്കും. പെട്ടകം ഒരുക്കിയ ശേഷം വീണ്ടും കുറെ കഴിഞ്ഞിട്ട് വേറൊരു ദേശത്തേക്ക് പോയി ചെന്ന് പറയും, വീണ്ടും വന്ന് പെട്ടകം ഒരുക്കും. ഇങ്ങനെ ആ കാലത്ത് മഴ പെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് വരെയും നോഹ ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളോ? എന്നെ ആരെങ്കിലും കൊണ്ടുപോകുമെങ്കിൽ ഞാൻ സൂചിച്ച് അറിയിക്കും, എനിക്കെല്ലാം സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ സൂചിച്ച് അറിയിക്കും, ഇനി എല്ലാവരും ഏറ്റവും മുമ്പിൽ വരുമെങ്കിൽ ഞാൻ സൂക്ഷിച്ച് അറിയിക്കും. അങ്ങനെയല്ല നോഹ ചെയ്തത്. രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നതിനാണ്. ഇവിടെ നമ്മളെല്ലാം ഒന്നാമത്തെ ഗണത്തിൽ പോകാനിരിക്കുന്നവരാ. എങ്ങനെയായിരിക്കും ഒന്നാമത്തെ ഗണത്തിൽ പോകുന്നവര്? അധ്വാനിയായിരിക്കും, കഠിനാധ്വാനിയായിരിക്കും. ബൈബിൾ മുഴുവൻ പരിശോധിച്ച് നോക്കുക. എഴുതി പ്രമാണിച്ചനുസരിച്ച് കർത്താവ് കൊണ്ടുപോയി ജനത്തെ മനസ്സിലാക്കുന്നതിന് നമ്മുടെ കൈ തന്നിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ട് ഞാൻ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ്, ഇറങ്ങി പുറപ്പെടേയില്ല. രണ്ടാമത്തെ ഗണത്തിലുള്ളവൻ കാലാകാലങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടിരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇത് ചെന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം പോകുന്ന വഴിയിലൂടെ അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴോ അവൻ തിരിഞ്ഞു നോക്കാറുമില്ല. ഇത് പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് ഒരു കൂട്ടം, വലിയൊരു കൂട്ടം ജനം എന്റെ പിന്നാലെ വരുന്നോണ്ട് അവൻ നോക്കുകയില്ല. കാര്യം അവനോട് അറിയാം, നേരത്തെ പറഞ്ഞു പെട്ടകത്തിന് അറ ഉണ്ടാക്കാൻ പറയുമ്പോൾ അളവുകൾ കൊടുത്തു. മനുഷ്യന് വേണ്ടി എത്ര അറ, മൃഗങ്ങൾക്ക് വേണ്ടി എത്ര അറ, പാമ്പുകൾക്കും ഇടജാതികൾക്കും ഉരകങ്ങൾക്കും വേണ്ടി എന്തെല്ലാം അറ, എന്തെല്ലാം ആഹാരം കരുതണം, ഇതെല്ലാം ദൈവം കണക്ക് കൊടുത്ത ശേഷമാണ് അവൻ ഇറങ്ങി പുറപ്പെടുന്നതും പണിയുന്നത്. അതുകൊണ്ട് ഇപ്പൊ പ്ലാത്താങ്കര പോയപ്പോ നമ്മൾ ഏകദേശം 2000 ട്രാക്ക് കൊടുത്തു. ഒരു മനുഷ്യനും വിളിച്ചിട്ടില്ല. വിളിക്കുമ്പോൾ സഭയിൽ നിറയെന്ന് വെച്ചിട്ടൊന്നല്ല നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പോയിട്ടെന്ന് പറ. ഇങ്ങനെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദേശം, ഇങ്ങനെ ഒരു ദൈവിക വെളിപ്പാട് ഉണ്ടായിരുന്നു എന്നവർ പിന്നത്തേതിൽ അറിയേണ്ടതിന് നീ പോയി പറ. അറിയാതെ എങ്ങനെ ന്യായം എഴുതിക്കാൻ പറ്റും? അപ്പൊ നോഹ ലോകത്തിന്റെ എല്ലാ അറ്റത്തും പോയി ചെന്ന് പറഞ്ഞിട്ട് തിരികെ വരുമ്പോഴോ പോകുമ്പോഴോ ആരും വിശ്വസിക്കില്ല. ഇനി ഒരു പക്ഷെ വിശ്വസിച്ചാൽ ഏതെങ്കിലും പ്രദേശത്ത് ചെല്ലുമ്പോൾ അവർ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണത്. ഒരു കൂട്ടം ജനം പറയണം, ഞങ്ങൾ കുറച്ചുപേർ വരാൻ നോഹെ, ആ പെട്ടകത്തിൽ സ്ഥലം ഉണ്ടാകുമോ? അപ്പൊ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് പെട്ടകം ഉണ്ടാക്കിയത്? നീ പറയുന്ന പ്രകാരം മഴ പെയ്തിട്ടില്ല. അന്നത്തെ ആയുസ് 930 വരെയൊക്കെയാണ് ആദാം ജീവിച്ചിരുന്നത്. 900 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. നോഹയ്ക്ക് തന്നെ 500 വയസ്സുണ്ട് ദൈവം വിളിക്കുമ്പോൾ. അപ്പൊ 500, 600, 700 വർഷം ജീവിച്ചിരുന്ന ജനങ്ങൾ ഒരു തുള്ളി മഴ പോലും മുകളിൽ നിന്ന് താഴേക്ക് വരാതെ താഴെ മഞ്ഞ് പൊങ്ങി, ഭൂമിക്കടിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ജലസേചനം നടത്തിയാണ് കൃഷി ചെയ്തിരുന്നതും ജീവിതാവശ്യങ്ങൾ വെള്ളം എടുത്തിരുന്നത്. അപ്പൊ ദൈവം നോഹയോട് പറഞ്ഞ് നോഹ ലോകത്തോട് ചെന്ന് പറയുന്ന ഏകദേശം 90% കാര്യങ്ങളും ആ കാലത്തെ ലോകത്തിന്റെ രീതിക്ക് വിരുദ്ധമാണ്. ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. നമ്മളോ? വിശ്വസിക്കുന്നു. നമ്മളും വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ആരെയും നോക്കാൻ ഇറങ്ങിത്തിരിക്കും. ഞാനൊരു കാര്യം കൂടെ പറയാം. വീട്ടിൽ മനസ്സിലാക്കിയല്ല, നമ്മൾ പലപ്പോഴും ചർച്ചിൽ വരേണ്ട എല്ലാ സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ വരുന്നത്. സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ വരില്ല. ചെറിയൊരു സാഹചര്യം, വരാൻ കഴിയാത്തതായ ഒരു ചെറിയ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ആദ്യം ഒഴിവാക്കുന്നത് പള്ളിയിലെ കാര്യം. ബാക്കി എല്ലാ കാര്യത്തിനും അപ്പോഴാണെങ്കിൽ പോവുകയും ചെയ്യും. എങ്കിൽ എത്ര തന്നെ കഷ്ടം അനുഭവിച്ചാലും വരാൻ കഴിയാതിരുന്നാലും നിങ്ങൾ ചർച്ചിൽ വരുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുടിക്കുകയെങ്കിൽ ചെയ്താൽ അതിന്റെ വഴി അടുത്ത പ്രാവശ്യം കർത്താവ് ഒരുക്കി തരും. എല്ലാം റെഡിയായ ശേഷം വരാന്ന് പറയാൻ അങ്ങനെയുള്ളൊരു കർത്താവിന് വേണ്ട. അങ്ങനെ അത് പരിശോധനയാണ്. ഓരോ കാലത്തും കർത്താവ് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നോഹ എന്ന് പറയുമ്പോൾ ആരും കേൾക്കില്ല. അപ്പോ അവർ ചോദിക്കും, പെട്ടകം ഉണ്ടാക്കി, ഏത് തടി കൊണ്ട്? ഗോഫേർ മരം. അന്ന് ശാസ്ത്രീയമായി വളരെ പുരോഗമിച്ചിരുന്ന സ്ഥലമാണ്. ഗോഫേർ മരം കൊണ്ടാണ് പെട്ടകം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ?
ഒരു മനുഷ്യൻ വരില്ല. ഇന്ന് നമ്മൾ പോയി സുവിശേഷം അറിയിക്കുന്നു, ഈ ലക്ഷക്കണക്കിന് ട്രാക്ക് അടിച്ചു കൊണ്ട് കൊടുക്കുന്നു. ഇപ്പൊ 2000 ട്രാക്ക് കൊണ്ട് കൊടുത്ത് എന്താ ഇപ്പോഴത്തെ ട്രാക്കിന്റെ പേരെന്തായിരുന്നു? കത്തോലിക്ക സഭയിലാണ് പോയത്. വിശുദ്ധ മറിയ നമുക്കൊരു മാതൃക. അടുത്ത പ്രിന്റ് ചെയ്തതിന് ഞാൻ അവിടെ പറയുക, അടുത്തിന് പേര് മാറ്റുന്നു. വിശുദ്ധ മറിയ എനിക്കൊരു മാതൃക എന്ന് വെച്ചാൽ ഞാൻ പ്രിന്റ് ഹെഡ്ലൈൻ ഉണ്ടാക്കുന്ന എനിക്കല്ല, കൊണ്ടു കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും മാതൃക. ആമേൻ. അത് അങ്ങനെ തന്നെയാണ്. മറിയ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച ഒരു ചെറുപ്പക്കാരിയെ പെൺകുട്ടി, ഭർത്താവിനാൽ അല്ലാതെ ഗർഭവതിയായ അവളെ കൊല്ലും, അവളെ കുടുംബത്തെ കൊല്ലും, കാട്ടിൽ കൊണ്ട് കളയും. പക്ഷെ പറഞ്ഞത് ദൈവമാണ്. അത് നോക്കും, സാഹചര്യത്തിന് വിരുദ്ധമാണ്, ലോകത്തിന്റെ രീതികൾക്ക് വിരുദ്ധമാണ്, ചിന്തിച്ചാൽ ശരിയല്ല. ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് ഉത്തമ മാതൃകയാണ്. അപ്പൊ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോ എല്ലാവരും വാങ്ങിച്ചോണ്ട് പോകും. അപ്പൊ ഗോഫേർമാരൊന്ന് കേൾക്കുമ്പോൾ തന്നെ പറയും, വരില്ല, നോഹയ്ക്ക് ഉപദ്രവിക്കേ, വഴക്ക് പറയും. അല്ലേ? ശരിയല്ലേ? ഇന്നും സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നമ്മൾ ആരോടാ പറയുന്നത്? വഴിയൊക്കെ കാണുന്ന ഹിന്ദുവിനോടും മുസ്ലിങ്ങളോടും ജൈനമതവും ആരോടല്ല, ക്രിസ്ത്യാനികളോടാ പറയുന്നത്. അവർ സ്നാനം യേശുക്രിസ്തു നാമത്തിലാണ് കേട്ടാൽ തന്നെ അവിടുത്തെ ഓട്ടിച്ചുവിടും. 2-3 കന്യാസ്ത്രീ ഐസപ്രദനെ പിടിച്ചൊക്കെ തള്ളി. ഒരാൾ വന്ന് പിടിച്ചതിലൂടെ കൊടുക്കാൻ പാടില്ല, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തിട്ട് 2-3 കന്യാസ്ത്രീകൾ വന്ന് കന്യാസ്ത്രീകൾക്ക് കൊടുത്തു. അവരത് വാങ്ങിച്ചുകൊണ്ട് വിശുദ്ധം അറിയാമെന്ന് കണ്ടതുകൊണ്ട് വാങ്ങിച്ചില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. പെന്തക്കോസ്തലിലെ ട്രാക്ക് കൊടുത്തുള്ളൂ. വിശുദ്ധം അറിയുമെന്ന് കണ്ടപ്പോഴത്തേക്ക് വാങ്ങിച്ചോണ്ട് പോയിട്ട് മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ട്, അത് ഉത്സവപ്പുറം പോലെയാണ്, വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ സിസ്റ്റർ എന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത് ഇവിടെ ട്രാക്ക് കൊടുക്കാൻ? ഞാൻ പറഞ്ഞു, ദൈവവചനം പറയുന്നിടത്തല്ലേ ദൈവവചനം കൊടുക്കാൻ. എന്നാലും സാക്ഷ്യം വേണം, ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ. അപ്പൊ ഇത് അറിയിക്കരുതെന്ന് പറയുന്ന ജനമാണ് ഈ വചനം പറയുന്നെങ്കിൽ എതിർ ക്രിസ്തുക്കളല്ലേ? അപ്പൊ ഒരു പ്രായമുള്ള സിസ്റ്റർ വന്ന്, അമ്മ ചൊറിഞ്ഞിട്ട് വേണമെന്ന് പറയണ്ട, അവർ പിടിച്ചോണ്ടൊക്കെ പോയി. അപ്പൊ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോയിട്ട് അവര് ഇതിനിടയിൽ നോക്കിയപ്പോൾ അപ്പൊ യേശുക്രിസ്തു നാമത്തിന്റെ പ്രാധാന്യത്തിൽ എഴുതിയിരിക്കുന്നവർക്ക് മനസ്സിലായി, അവരാരെ മണവാട്ടി? യേശുക്രിസ്തുവിന്റെ മണവാട്ടി. ഈ നാമം ധരിക്കണമെങ്കിൽ പാപം മോചിച്ച് എന്താണ് ഈ നാമം ധരിക്കണം എന്ന് പറഞ്ഞാൽ? യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചിരിക്കും. അതിന് ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താണത് അറിയാമോ? ഞാനിത് ചോദിക്കണം, ഇത്രയും കാലം ആയല്ലോ. എന്താ ഒരാൾ ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ നാമം ധരിക്കണം, യേശുക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, എന്താണ് സംഭവം? അത് കേട്ട് സിസ്റ്റർ ആരെങ്കിലും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരണം. ക്രിസ്തുവിനെ ധരിച്ചു, അവന്റെ നാമം ധരിച്ചു. ഈ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ ഹൃദയത്തിൽ നാമം വന്നാൽ എവിടെ നാമം വന്നു? നെറ്റിമേൽ നാമം വന്നു. വെളിപ്പാട് ദിവസം നോക്കണം, നെറ്റിമേൽ അവന്റെ നാമം എഴുതിയിരിക്കുന്നു. അത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവര്, ക്രിസ്തുവിന്റെ നാമം ധരിച്ചിരിക്കുന്നവര്, അല്ലാതുള്ള ആരുമല്ല. ഓക്കെ. അപ്പോ ഗോഫേർ മരം കൊണ്ടെന്ന് പറയുമ്പോൾ ഉപദ്രവിക്കും. ഇനി അത് ബോട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടെ അങ്ങ് അരാഫത്ത് പർവ്വതത്തിൽ മുകളിൽ, മലയുടെ മുകളിൽ. അപ്പോ അന്ന് വരം ജലപ്രളയം പോലും, സാധാരണഗതിയിൽ ഒരു ജലപ്രളയം പോലും കാണാതിരിക്കാൻ വെള്ളം വന്ന് ഉയർന്ന് ആ ബോട്ട് വരെ വന്നിട്ട് പിന്നെ ബോട്ടിനെ സംരക്ഷിച്ച് നമ്മളെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും നോഹയെ ഉപദ്രവിക്കും. മണ്ടൻ എന്ന് തന്നെ പറയും, ഭ്രാന്തൻ എന്ന് പറയും നമ്മൾ പറയുന്ന പോലെ. ഇന്ന് യേശുക്രിസ്തു നാമത്തിലുള്ള സാധനം എന്ന് പറയുമ്പോൾ അവരാദ്യം നോക്കും, അവനോട് സംസാരിക്കണ്ടേ, പിശാചിന്റെ ഉപദേശമായിട്ട് വന്നിരിക്കുന്നു. പിന്നെ എങ്ങോട്ട് നോക്കും? ഈ നാമത്തിൽ സ്നാനപ്പെടാത്ത ജനത്തെ മുഴുവൻ നോക്കും. അപ്പോഴും വചനത്തിൽ നോക്കൂല. വചനം എന്ന് പറഞ്ഞിരിക്കുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് ആ കാലത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടി, മനസ്സിലാവുകയും ചെയ്യുകയും ചെയ്യുന്നവൻ. ഇപ്പോൾ ഈ വചനത്തിന് വിരുദ്ധമായി ചെയ്തിരിക്കുന്ന ജനത്തെ നോക്കിയിട്ട് പറയും, പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയും. അപ്പൊ നോഹയുടെ കാലത്ത് നോഹ ചെന്ന് ലോകത്തോട് പറഞ്ഞപ്പോൾ എല്ലാം ആ കാലത്തിന്റെ ജീവിത രീതിക്കും വിശ്വാസത്തിനും എതിരായിരുന്നുവെങ്കിൽ യേശു പറഞ്ഞു, ഈ അന്ത്യകാലം നോഹയുടെ കാലം പോലെ. അത് കഴിഞ്ഞിട്ടോ സോദോമിന്റെ നാളുകൾ പോലെ. പിന്നെ കൂട്ടിക്കെട്ടി കത്തിക്കുക എത്രയോ ബാക്കി. അപ്പോ നിന്നോട് ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമേലും പെട്ടെന്ന് കിടക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചെന്നാൽ,
നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ വിശുദ്ധനായി എന്നാണോ? നീതിമാൻ അവൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും. നോക്കൂ, ആ നീതിമാൻ പോലും ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ചു എന്നാ. വിശുദ്ധന് എത്ര അധികമായിരിക്കും. ഇനി അടുത്ത് ആ പെട്ടകത്തിൽ കയറ്റിയത് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായും 7 ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായും 2. അപ്പോ ഈ സഭയിലും 3 ടൈപ്പ് ജനം വേണമെന്ന് പലപ്പോഴും നമ്മൾ പ്രവാചകനിലൂടെ കേട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാലത്തും അത് വേണം. ഇതാണ് എബ്രായ 13:8. കർത്താവിന് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞപ്പോൾ എബ്രായ 3:8 എന്നാ പറഞ്ഞത്, തെറ്റിപ്പോയതാണ്, ക്ഷമിക്കാം. എബ്രായ 13:8 കർത്താവിന്റെ രീതികൾക്ക് മാറ്റമല്ല, ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറഞ്ഞാൽ ആദിമകാലത്ത് കർത്താവ് ശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തതും ആ പെട്ടകത്തിനകത്ത് വേണമെന്ന് ഉദ്ദേശിച്ചെങ്കിൽ ഇന്നും ലോകത്ത് നിന്ന് വിളിച്ചു വേർതിരിച്ച് കൊണ്ടുവരുന്ന ദൈവസഭ എന്ന് പറയുന്ന ഈ സഭയിലും ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും ഉണ്ടായിരിക്കും. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. അതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ വേണ്ട, കൂടുതൽ നമ്മൾ അഹങ്കരിക്കാൻ വേണ്ട. താഴ്മ ധരിച്ച് എളിമ ധരിച്ച് ദൈവവചന പ്രകാരം വിശ്വസിച്ച് കർത്താവ് എന്നെ സഹായിക്കണം, എനിക്ക് അതുകൊണ്ട് ആകണം, ദൈവത്തിന്റെ വചനം പോലെ ജീവിപ്പാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. ഓക്കെ. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരും ശേം, ഹാം, യാഫേത്ത്, നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. ഇവിടെ മൃഗങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പം കണ്ടത്. അതത് തരം എന്ന് പറയുമ്പോൾ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും. പക്ഷേ ദൈവം കയറ്റിയ മനുഷ്യരെല്ലാം ശുദ്ധിയുള്ളതല്ല. അത് ഈ വചനത്തിന്റെ അകത്തുള്ള മർമ്മമാണ്. പ്രവാചകരുടെ കർത്താവ് പറഞ്ഞതാണ്. നമ്മൾ സർപ്പൻ സീഡ് പറയുമ്പോൾ ആരെങ്കിലും സുശേഷം പറയാൻ പോകുന്നെങ്കിലേ ചോദിക്കുള്ളൂ. നോഹയുടെ ജലപ്രളയത്തോടുകൂടി നോഹയുടെ മക്കൾ ഒഴികെ കായീന്റെ മക്കൾ വംശപരമ്പര മുഴുവൻ നശിച്ചു പോയില്ലേ? പിന്നെ എങ്ങനെയാണ് നോഹയുടെ തലമുറയിലുള്ള കായീന്റെ വംശപരമ്പര ഇവിടെ ഉണ്ടാകുന്നത്? നോഹ ദൈവത്തിന് പ്രിയപ്പെട്ടതല്ലേ? ആ കുടുംബത്തിൽ നിന്നല്ലേ പിന്നെ തലമുറകളെല്ലാം വന്നത് എന്ന്. അപ്പൊ ആ ഇഴജാതിയിലും ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളിൽ നിന്നും ശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തതും പെട്ടകത്തിൽ കയറണമെന്ന് ദൈവം ആഗ്രഹിച്ചു എങ്കിൽ ഈ മനുഷ്യരിലും ശുദ്ധിയില്ലാത്തതുണ്ട്. ഈ നോഹയുടെ മകൻ ഹാം, ഹാമിന്റെ ഭാര്യ കായീന്റെ വംശത്തിൽപ്പെട്ടതായിരുന്നു. എല്ലാം മിണ്ടാതിരിക്കുകയാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്? അറിയാമെന്നതുകൊണ്ടാണോ? ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. കാരണം ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നു, കായി, നിന്നെ കാണുമ്പോൾ ആരും കൊല്ലാതിരിക്കാനായി ഞാൻ ഒരു അടയാളം വയ്ക്കുന്നു. ഈ അടയാളമായിരുന്നു അവനിൽ ഉണ്ടായിരുന്ന ജീൻ. അവൻ എന്ന വ്യക്തി മരിച്ചു. പക്ഷെ ആ ജീൻ, അപ്പനും അമ്മയിൽ നിന്ന് ജീൻ ആണ് സ്വഭാവം. അത് കൈമാറി വന്നു. അങ്ങനെ വന്ന ഒരു വംശത്തിൽപ്പെട്ട ഒരു പുത്രിയാണ് ഹാമിന്റെ ഭാര്യ. ഹാമിന്റെ ഭാര്യ പെട്ടകത്തിൽ കടന്നു. അത് ആ വിവാഹം നമ്മൾ എന്താ പറയുന്നത്, സഭയൊരു ഇണയല്ല പിണ കൂടരുത്, വിശ്വാസി അവിശ്വാസിയുമായി ഇണയല്ല പിണ കൂടരുത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് വേണമെന്നത് ദൈവ ഇഷ്ടം. അതിനെ ദൈവം അവിടെ വെച്ചിരുന്നു. അതിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചു. അവർ ദൈവത്തോട് നിൽക്കുന്നവരാ. പിന്നത്തേതിൽ മല്ലന്മാരായി തോന്നു കുഞ്ഞുങ്ങൾ. നോക്കൂ, അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരും ശേം, ഹാം, യാഫേത്ത്, നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും നോക്കൂ, അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിരത്തിൽ ഇഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവജാതികളും അതത് തരം പക്ഷികളും തന്നെ. ഈ അതത് തരം എന്ന് പറയുമ്പോൾ ഓരോന്നിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അടുത്ത ജനറേഷനും അങ്ങനെ തന്നെ വരും. ഇടകലർന്ന് വരികയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുതിരയും ഒരു കഴുതയും ഇണ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് കോവർ കഴുത. ഈ കോവർ കഴുത പ്രവാചകൻ പറഞ്ഞൊരു കഥയാണ്, ലോകത്ത് നടക്കുന്ന സംഭവമാണ്. ഈ കോവർ കഴുതയ്ക്ക് തന്റെ അപ്പനാണോ കുതിര അമ്മയാണോ കുതിര എന്നറിയാൻ പറ്റില്ല. മനസ്സിലായോ? ഒരു കഴുത, ഒരു കുതിര.
കഴുത അതത് തരം കഴുതയും കഴുതയും ചേർന്ന് ഒരു കുഞ്ഞുണ്ടാവണം. ഇവിടെ തെറ്റിച്ചു വരെയാണ്. ഒരു കഴുത അതാണോ പെണ്ണോ ആകാം, ഒരു കുതിര ആണോ പെണ്ണോ ആകാം. ഇത് തമ്മിൽ ഇണ ചേരുമ്പോൾ ഒരു സന്തതി ഉണ്ടാകുന്നു, ജാരസന്തതി. അങ്ങനെ ഉണ്ടാകുന്ന ഈ കോവർ കഴുത, ഈ കോവർ കഴുതയുടെ അപ്പനാണോ കുതിര, അമ്മയാണോ കുതിര? ഇനി അപ്പനാണോ കഴുത, അമ്മയാണോ കഴുത എന്നറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സന്തതിയാണ് ഈ ജാരസന്തതി. അവര് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി ഈ കോവർ കഴുത പിന്നെ ഒരു തലമുറയെ കൊണ്ടുവരാൻ കഴിയുകയുമില്ല. ഒരു കുതിരയുടെ തലമുറയെ കൊണ്ടുവരാനും കഴിയില്ല, ഒരു കഴുതയുടെ തലമുറയെ കൊണ്ടുവരാനും കഴിയില്ല. അതെന്തായിരിക്കുന്നുവോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഇതെങ്ങനെ പ്രവാചകൻ ക്ലബ് ചെയ്ത് സഭയിൽ പറഞ്ഞിരിക്കുന്നു വെച്ചാൽ, ദൈവത്തിന്റെ ജനവും കൊണ്ട് ഇപ്പം ശുദ്ധി ഉള്ളത് ശുദ്ധി ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് കേട്ട് വിശ്വസിച്ച് പ്രമാണിച്ച് അനുസരിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ എന്നെ യാഗമാക്കിയിരിക്കണം ക്രിസ്തുവിൽ. അതായത് ഇനി എന്നിൽ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. എന്നെ ക്രിസ്തു നിമിത്തം യാഗമാക്കി ഞാൻ ക്രിസ്തുവിന്റെ വകയും ക്രിസ്തു എന്റെ വകയും ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിനുമായാൽ ഈ വചനം തന്നെ എന്റെ ഉള്ളിലിരിക്കുകയാണ്, ക്രിസ്തു പരിശുദ്ധാത്മാവ്. അത് എന്നെ കൊണ്ട് ഒരു ദൈവീക ഇഷ്ടം ജീവിപ്പിക്കും. അപ്പൊ അതൊന്ന് തരം അങ്ങനെ തന്നെ പോകും. മറ്റൊരു യേശു ക്രിസ്തു തന്നെ ആയിരിക്കും ജീവിതം കൊണ്ട്. ഇതില്ലാത്തവരോ ഈ ദൈവിക വെളിപ്പാടിൽ നിന്നും കുറച്ചെടുക്കും, കുറച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതും കുഴപ്പമില്ല എന്ന വചനവും എടുക്കും. എങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോവുക, ഭവനാരാധന വയ്ക്കുക, ആ സമ്പ്രദായം ഇവിടെ ഇല്ല. കർത്താവിനെ സ്തുതിക്കുക, ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ തന്നെ പ്രചരിപ്പിക്കും. ഞാനിപ്പോ അങ്ങ് അവിടുത്തെ ചർച്ചില്ല, ഞാൻ സ്ഥാനപ്പെട്ട യേശുക്രിസ്തു നാമത്തില, ഞാൻ ക്രിസ്ത്യാനിയാണ്. പക്ഷെ നമ്മെ കാണുമ്പോൾ അവർ പറയണം ഇവരുടെ ജീവിതം കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് അവർക്ക് ബോധ്യമാകുന്നതാണ് എന്നിൽ കായ്ക്കുന്ന ആത്മാവിന്റെ ഫലം. അപ്പൊ മിങ്കിൾ ചെയ്തുള്ളതും സഭയിലുണ്ടാകും, അതത് തരമുള്ളതും ഉണ്ടാകും. അപ്പോ നമ്മൾ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ എത്ര തന്നെ ബുദ്ധിമുട്ടുള്ളതായാലും അങ്ങനെ ജീവിപ്പിക്കുന്ന ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനനുസരിച്ച് കൊടുക്കുക. ദൈവത്തിന്റെ മക്കളാണ് കർത്താവ് കൊണ്ടുപോകും, മണവാട്ടിയാണ് കർത്താവ് കൊണ്ടുപോകും. 7:23 ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവുകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും അവ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു പോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. 40 ദിവസം കഴിഞ്ഞ് നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയ കിളിവാതിൽ തുറന്നു. അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ടു ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ വന്നും പോയി വരുന്നു. ജലം കുറഞ്ഞോന്ന് അറിയാനായിട്ട്, ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു മെസ്സേജ് ഉള്ളതാണ്. കുറെ പ്രാവശ്യം തുറന്നു വിട്ട് കഴിഞ്ഞ് കാക്കയെ തുറന്നു വിട്ട് കഴിയുമ്പോൾ അതിന് വേണ്ടുന്ന ആഹാരം അവിടെ കിട്ടി. ഏത് ഈ ചത്ത് ജീർണിച്ചതെല്ലാം അഴുകി കിടക്കുന്നു. അതിന് പ്രാവിന് കാക്കയ്ക്കുള്ള ആഹാരമായി. പക്ഷെ പ്രാവിനുള്ള ആഹാരം ഈ ജലം വറ്റി ഇനി പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങളോ ഒക്കെ ഉണ്ടാകണം. അതുകൊണ്ട് അത് കാൽ വെപ്പാൻ, അതായത് അവന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഭൂമിയിലുള്ളത്. അത് പോയി തിരിച്ചു വന്നു. കാക്കയോ അതിനെ തുറന്നു വിട്ട് അതിന് അങ്ങനെയോ ആകാം ഇങ്ങനെയാകാം, ആ വചനവും ശരി തന്നെ ഈ വചനവും ശരി തന്നെ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, കർത്താവ് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയുന്ന ടൈപ്പാണ്. അപ്പൊ പെട്ടകത്തിനകത്ത് ശുദ്ധി ഉള്ളതും ഇല്ലാത്തതെന്ന് പറയുമ്പോൾ പെട്ടകത്തിനകത്ത് കാക്ക വേണമെന്ന് ദൈവത്തിന്റെ പദ്ധതി, പ്രാവ് വേണമെന്നും ദൈവത്തിന്റെ പദ്ധതി. രണ്ടുപേരോട് അറിയിക്കുകയാണ് നന്മയും തിന്മയും. ഏദൻ തോട്ടത്തിലും ജീവന്റെ വൃക്ഷവും മരണത്തിന്റെ വൃക്ഷവും വെച്ചു. ശാപവും അനുഗ്രഹവും വെക്കുന്നു. ദൈവം ശാപം വെച്ചിട്ടില്ല കേട്ടോ. ദൈവത്തിന്റെ വചനം ഇപ്പൊ ഒരു മുള്ള് കിടക്കുകയാണ്, ആ മുള്ളിൽ ചവിട്ടിയാൽ നിങ്ങൾക്ക് മുറിവേൽക്കും, ഇപ്പുറത്തൂടെ പോയാൽ നല്ലത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പോയി ചവിട്ടുന്നതാണ് ദോഷം. അതുകൊണ്ട് ദൈവം ദോഷം വെച്ചു എന്നല്ല, നല്ലത് പറയുകയാണ്.
തെരഞ്ഞെടുപ്പ് മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. ചോയ്സ് മനുഷ്യന് വിട്ടുകൊടുത്തിരിക്കുക. ഹൃദയത്തിലെ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ പ്രാവ് പോയി തിരികെ വന്നു. തിരികെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവ്. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് നോഹ മനസ്സിലാക്കി. ഇതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒലിവ് പ്രശ്നം സമാധാനത്തെ തന്നെ കാണിക്കുകയാണ്. അതായത് പുറത്തേക്ക് പോകാം എന്നുള്ള സമാധാനം ആയി എന്നുള്ളത്. ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രിമാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തു ഇറങ്ങുവിൻ. ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ നശിപ്പിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. സഭാപ്രസംഗിൽ പറയുന്നത്, ഞാൻ മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേകം സൂത്രങ്ങളെ അന്വേഷിക്കുന്നു. അവന്റെ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളത് എന്ന്. ഇവിടെയും അത് നോക്കൂ, മനുഷ്യനെ ഭൂമിയിൽ നിർമ്മിച്ചു, മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെ ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോവുകയില്ല. ഉൽപ്പത്തി 10:1. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. കേട്ടോ, ശപിച്ചിട്ടും ഹാമിനെ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഹാമിൻ. ഓക്കെ. ഇനി 11 അപ്പോ ഈ ജാരസന്തതി എങ്ങനെയായിരിക്കും? എപ്പോഴും ദൈവത്തിനെതിരായിരിക്കും, ദൈവത്തിന്റെ വചനത്തിനെതിരായിരിക്കും. പ്രകടമായ തരത്തിൽ ചിലപ്പോൾ ആണെന്നില്ല. എല്ലാവരും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ വിട്ടുകളഞ്ഞിട്ടും മറ്റൊന്നിനെ സ്വീകരിച്ചിരുന്നാലും ദൈവജനാവില്ല. സഭയിൽ തന്നെ ഉണ്ടാവും, വിശ്വാസി എന്ന പേരിലുണ്ടാവും. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന വിഷമം തോന്നരുത്. ഇതിങ്ങനെ ആ പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ യേശു പറഞ്ഞു ഈ കാലം അങ്ങനെ ആകും എന്ന് പറയുമ്പോൾ അതിനെ ക്ലബ് ചെയ്ത് പ്രവാചകനിലൂടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. മെസ്സേജുകളുണ്ട്, വായിച്ചു നോക്കുക. ഉൽപ്പത്തി 11-ാമത്തെ അധ്യായത്തിൽ ഇപ്പോ ഈ നോഹയുടെ കാലം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്തെ കുറിച്ച് മനസ്സിലായോ? നിങ്ങൾ ലോകത്തോട് പോയി സുവിശേഷം അറിയിക്കും പറയേണ്ട കാര്യമാണ്. നമ്മൾ സുവിശേഷം യേശു ക്രിസ്തു നാമത്തിലുള്ള പ്രാധാന്യം പറയുമ്പോൾ അവർ വിശ്വസിച്ചില്ലെങ്കിൽ പറയണം, സഹോദര, ഈ കാലം നോഹയുടെ കാലം പോലെ ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വിറ്റും നട്ടും പണിതും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോരും. ഈ കാലം എങ്ങനെയായി? വിറ്റ് കൃഷി വർദ്ധിപ്പിക്കുന്നു, പണിത് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നു, വിറ്റും പണിതും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. അപ്പൊ സഭയിലിരുന്നാലും ദൈവവചനം കേട്ടാലും അവർ അവരുടേതായ രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ടേ പോകും. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ ഇരിക്കുന്ന സഭയിലായിരിക്കും. ജലപ്രളയം വന്ന് സകലരെയും മുടിച്ചു കളയുന്നത് വരെയും അവർ ആരും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഈ കാലത്ത് പെട്ടകമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ബൈബിളിൽ പറയുന്നു, കൊലോസ്യർ 3:17, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുവാനാണ്. അപ്പൊ നമ്മൾ പോയി പറയുന്ന ക്രിസ്ത്യാനികളോടാ. അവൻ ഗോഫേർ മരത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. ആ കാലത്ത് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വൃക്ഷത്തെയാണ് എടുക്കാൻ പറഞ്ഞത്, മരത്തടി. അതിനകത്തൊരു കീൽ, അത് സംരക്ഷണമായിരുന്നു. അതാകുന്നു ഇന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം. ആ പെട്ടകം കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ഇന്ന് ലോകത്തുള്ള സഭകൾ നോക്കിയാൽ അവർ നമ്മൾ പറയുന്ന ഈ പ്രകാരം അല്ല സ്നാനപ്പെട്ടിരിക്കുന്നത് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവരത് തള്ളിക്കളയും. ഇന്നലെ 2 പേര് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സ്നാനം, നമ്മൾ ജോയൽ ബ്രദറിന്റെ സ്നാനമാണ് ഇപ്പൊ അവസാനം ഫേസ്ബുക്കിൽ ഇട്ടത്. അത് കണ്ടിട്ട് 2 പേര് വിളിച്ചു. അവർ നാളെ മറ്റന്നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത് പോലെ തന്നെ അവരിരിക്കുന്ന സഭയെ കുറിച്ച് അവർക്ക് വിശ്വാസമൊന്നുമില്ല. അവർ ഭാര്യയും മക്കളും ഒക്കെ പെന്തക്കോസ്തിൽ പോകുന്നു. അവർ ലാറ്റിൻ കത്തോലിക്സ് ആയിരുന്നു. വെട്ടുകാടാണ് അവരുടെ കുടുംബം. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന വട്ടിയൂർക്കാവിലാണ്. അപ്പൊ ആ ഭർത്താവ് ഇതിലൊരു വിശ്വാസമുണ്ട്, അവർക്ക് വരണം, ക്ലാസ് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിലിട്ട ദൈവവചനം എന്ന വിത്താണ് നമ്മൾ അങ്ങനെ വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. അപ്പൊ നോഹയുടെ കാലത്ത് പറഞ്ഞതുപോലെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നാമത്തിലാണ് സ്നാനം എന്ന് പറയുമ്പോൾ അവരാദ്യം എതിർത്ത് എന്ത് പറയും? യേശു പറഞ്ഞതാണ് കേൾക്കാൻ. നമുക്ക് കാര്യങ്ങൾ അറിയാം, എങ്കിലും ഞാൻ പറയാം, സുവിശേഷം അറിയിക്കുമ്പോൾ പറയണത് യേശു പറഞ്ഞതാണ് കേൾക്കാൻ എന്ന് പറയുമ്പോൾ പറയണം, യേശു തൊട്ട് താഴെ 20-ാമത്തെ വരിയിൽ പറഞ്ഞിരുന്നു, എങ്ങനെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കും അത് ഉപദേശിച്ചിട്ട് വേണം സകലരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാൻ. ഉപദേശകനായിരുന്നു യോഹന്നാൻ 14:26 പറഞ്ഞിരുന്നു, അത് പരിശുദ്ധാത്മാവ്.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവരെ മാളിക മുറിയിൽ കൂടിയിരിക്കുക, ശക്തി ധരിച്ച ശേഷം എല്ലായിടത്തും ഇറങ്ങി പുറപ്പെടുക. നിങ്ങൾ അനുസരിച്ചു എന്ന് പറയുന്നു, പക്ഷെ അപ്പോസ്തലന്മാർ ആരോടാണ് പറഞ്ഞത് എന്നിവിടെ പറഞ്ഞു കൊടുക്കണം. അവരനുസരിച്ചോ? അവരനുസരിച്ചെങ്കിൽ ആത്മാവ് അന്ന് എന്താണ് ഉപദേശിച്ചു കൊടുത്തത്? ഞാൻ ഇന്ന് മീറ്റിംഗ് പബ്ലിക്കിന് കൊടുത്തിരിക്കുകയാണ്. രണ്ടു നമ്മുടെ മെസ്സേജിലുള്ളവർ എന്നെ പറഞ്ഞ് പബ്ലിക്കിന് കൊടുക്കും, നമ്മൾ തൃത്വമല്ലേ പറയുന്നത്, കുഴപ്പമില്ല. അപ്പോ യേശുക്രിസ്തു നാമത്തിലെ സ്നാനം എന്ന് പറയുമ്പോൾ നോഹയുടെ കാലത്ത് അവർ എതിർത്തത് പോലെ തന്നെ എതിർക്കും. അപ്പോഴും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടാവും. ആമേൻ. നമ്മൾ അങ്ങനെയല്ലേ? നമ്മുടെ കുടുംബം ആരെല്ലാണ്ടായിരുന്നു, അവരൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കുന്നില്ലല്ലോ. വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ധൈര്യമായി പോയി പറയുക, നോഹ ഈ പെട്ടകമുണ്ടാക്കുന്ന സമയത്ത് അവനിലുള്ള വിശ്വാസമാണ്. പ്രവാചകൻ അത് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഈ നോഹ ലോകത്തോട് ചെന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായി പുരോഗമിച്ച ജനം ആകാശത്തേക്ക് നോക്കും. യഹോവ പറഞ്ഞതുപോലെ ചിലപ്പോൾ മഴ വന്നാലോ? പക്ഷെ മേഘമൊന്നും അവിടെ ഇല്ല. മേഘമൊന്നും അവിടെ ഇല്ലെങ്കിലും അടുത്ത ദിവസവും അതിന്റെ അടുത്ത ദിവസവും മാസങ്ങളോളം നോഹ പോയി ചെന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ദൈവം പറഞ്ഞിരിക്കുന്നു മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യുക തന്നെ ചെയ്യും. അവിടെ മേഘം ഉണ്ടോ ഇല്ല നോക്കുകയല്ല എന്റെ പണി. ദൈവം എന്നോട് എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും. അതാണ് നോഹ ഇറങ്ങി പുറപ്പെട്ടത്. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞ പെട്ടകം ഉണ്ടാക്കി പോയി ചെന്ന് പറഞ്ഞപ്പോൾ നോഹ ആദ്യം മുതൽ അവസാനം വരെ പഴി ദൂഷി നിന്ന പരിഹാസമാണ് കേട്ടതെങ്കിൽ നമ്മളോട് ലോകത്തിന്റെ അറ്റത്തോട് പോയി പറയാൻ പറഞ്ഞാൽ പോയി പറയുക. പോയി പറഞ്ഞാൽ നിങ്ങളുടെ കിരീടം ലഭിക്കുന്നുവെങ്കിൽ കിരീടത്തിൽ മുത്ത് ചാർത്തപ്പെടും. പഴി ദൂഷി നിന്ന പരിഹാസം ഉണ്ടാവുകയും നിങ്ങൾ കർത്താവിനോട് എടുക്കപ്പെടും. ഇല്ല ഭയന്ന് വിറച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് എനിക്കിന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇന്നിപ്പോ നോക്കുക. ഈ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി. ഓരോ സമയത്തും നിങ്ങൾക്കുണ്ടാവുന്ന സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ വേണ്ട പിന്നീടാവട്ടെ എന്ന് പറഞ്ഞാൽ എത്ര വർഷം നീണ്ടുപോയി ആലോചിച്ച് നോക്കുക. ഇപ്പൊ കർത്താവ് വന്നാലോ? നിങ്ങളുടെ ഈ സാഹചര്യത്തിനനുസരിച്ച് മാറ്റിവെച്ച എന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്ക്യൂസ് ആവുമോ? നോഹ എന്ന് പറഞ്ഞപ്പോൾ തളർവാദ രോഗികൾ ഉണ്ടാകാം, കൊച്ചുകുട്ടികൾ ഉണ്ടാവാം. എന്നിട്ട് കർത്താവ് പോയി അറിയിച്ചാല് നോഹയുടെ കാലത്ത് നോഹ സുവിശേഷം അറിയിച്ചപ്പോൾ അനുസരണം കെട്ടവരോട് പോയി ചെന്ന് പറഞ്ഞു. ആ തളർവാദ രോഗിയായിരുന്നാലും അവൻ നോഹ പറഞ്ഞത് ശരിയാണ്, ദൈവത്തിന്റെ അരുളപ്പാടാണ് എന്ന് വെച്ചൊന്ന് എഴിക്കണം, എനിക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ മതി, കർത്താവ് അവനെ സൗഖ്യമാക്കും, അവന് പോകാൻ കഴിയുമായിരുന്നു. എല്ലാവരും കേട്ടിട്ട് ആ കാലത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഒത്തു നോക്കിയപ്പോൾ അത് ശരിയല്ല എന്ന് കണ്ടു. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പ്രവർത്തിച്ചല്ലാതെ എനിക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് നോഹയുടെ മാതൃകയാണ്. നോഹ വിഷയങ്ങൾ പല കാര്യങ്ങളും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് പറഞ്ഞത്, യഹോവ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ 3 നാൾ അവിടെ മഞ്ഞും മഴയും പെയ്യില്ല എന്ന്. അവൻ എങ്ങനെ പറയണം? യഹോവ എന്നോട് പറഞ്ഞു, യഹോവ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഞ്ഞും മഴയും പെയ്യില്ല എന്നാണ് അവൻ പറയേണ്ടത്. അവൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. കാര്യം ആ കാലത്ത് ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനാണ് താനെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കാലത്ത് നമ്മുടെ ഇടയിൽ ദൈവം എന്നിലിരുന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ആദ്യം ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ വകയുമാകണം. ക്രിസ്തു പറഞ്ഞതിൽ വള്ളിപുള്ളി മാറ്റം വരുത്താതെ എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് എനിക്ക് പറയാൻ കഴിയും, ദൈവം ചെയ്യും. കാര്യം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം ആദ്യം. ആ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കും. നമുക്ക് നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ, ഇനി വർഷങ്ങൾ കൊണ്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാണ്ടേ ഇല്ലേ? എത്രയോ ആഗ്രഹങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ സാധിക്കുന്നു, ചിലത് സാധിക്കുന്നില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാണ്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ സാധ്യമാക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും. ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനും കഴിയില്ല. ഇവിടെ ഈ വിഷയങ്ങൾ എടുത്ത് നിർത്താം. അത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച മുതൽ അബ്രഹാമിന്റെ കാര്യമാണ് ഞാനിവിടെ വരച്ച് പഠിപ്പിക്കുക, കുറച്ച് വ്യക്തമായി പഠിപ്പിക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്തിനാണെന്നറിയാമോ? തൃത്വം ലോകത്ത് പറയുന്ന പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ എന്ന് പറയുമ്പോൾ ഇതുവരെയും പ്രവർത്തിച്ചവൻ ഒരുവൻ, ദൈവം, യഹോവയായ ദൈവം. ആ സൃഷ്ടിപ്പ് മുതൽ പഠിപ്പിച്ചു, ഇപ്പോഴും ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ വംശങ്ങളെല്ലാം തരംതിരിച്ചു. ഇനി അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ തന്നെ ഈ കായിന്റെ വംശപരമ്പരയിൽപ്പെട്ടവർ അവിടെയും കടന്നു വരും. അത് വരണം. അപ്പോ അബ്രഹാമിനെ വിളിക്കുന്നത് മുതൽ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഒരുപാട് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്, ഉപകൽപ്പന കൊടുക്കുന്നുണ്ട്, വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് അടുത്ത ആഴ്ച നമുക്ക് പഠിപ്പിക്കാനുള്ളത്. സക്കൈബർ കഴിഞ്ഞ ആഴ്ച കണ്ടോ? വരാൻ കഴിയില്ലെങ്കിൽ കയറി കാണണം. അതിനാണ്
യൂട്യൂബിൽ കിടക്കുന്നത്, നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ദൂരദേശമുള്ളവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വളരെ നിങ്ങൾ ബുക്കോ പേനയോ പുസ്തകങ്ങളെ കൊണ്ടുവരിക. നോഹയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക. അപ്പോൾ തന്നെ അബ്രഹാമിനോട് പറഞ്ഞത് ആ നിയമങ്ങളും അനുഗ്രഹങ്ങളും മുഴുവനും യഹൂദന്മാർക്ക് മാത്രമാണ്. പക്ഷെ ഇന്ന് ജാതികൾക്ക് വരുന്നുണ്ട്. അതിന്റെ കാര്യം നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഉൽപ്പത്തി 11. അപ്പോ ഉൽപ്പത്തി 4 അല്ലെങ്കിൽ 3 സർപ്പസന്തതി, ഉൽപ്പത്തി 5 ദൈവസന്തതി, ഉൽപ്പത്തി 6 ജാരസന്തതി. ഓക്കെ, ഇനി ഈ ജാരസന്തതിയുടെ പ്രവൃത്തി എന്താണെന്ന് ഇവിടെ നോക്കുകയാണ്. ദൈവസന്തതിയുടെ പ്രവൃത്തി അബ്രഹാമിന്റെ കാലം മുതൽ നമുക്ക് അറിയാൻ പറ്റും. ശീതോഷ്ണമാനത് നമുക്ക് അവിടെ അറിയാം. ഇവിടെ നോക്കുക, ഉൽപ്പത്തി 11:1. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. വരുവിൽ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ. ഇത് നിമ്രോദ് പറയാണ് ഉൽപ്പത്തിയിൽ. നിമ്രോദ് ആരെ മകൻ അറിയാമോ? നോഹയുടെ മകൻ ഹാം, ഹാമിന്റെ മകൻ കൂശ്, കൂശിന്റെ മകനാണ് നിമ്രോദ്. അപ്പൊ 2-3 തലമുറ കഴിഞ്ഞിട്ടും ആ ജീൻ ഇന്ന് വരെയും മരിക്കാതെ തന്നെ നിലനിൽക്കുകയാണ്. എന്താ അതിന്റെ ഉദ്ദേശം? കാലത്തിന്റെ ദൈവിക വചനത്തോടും ദൈവിക വെളിപ്പാടിനോടും എതിർത്ത് നിൽക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, വരുവിൻ അവൻ, ആ നിമ്രോദ് ഒരു കൂട്ടം ജനത്തെ വിളിച്ചിട്ട് പറയാണ്, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. ഈ ഗോപുരം ഇന്ന് ലോക അത്ഭുതങ്ങളിൽ 7ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 7ാമത്താണെന്ന് തോന്നുന്നു ഈ ഗോപുരം. അന്ന് അവർ പണിതതാണ്. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. യഹോവ ആണ് ഇറങ്ങി വന്നത്. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമല്ല. തൃത്വം തെളിയിക്കാൻ എടുക്കുന്ന അടുത്തൊരു വാക്യമാണ് ഈ ഉൽപ്പത്തി 11:7. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന്. കേട്ടോ, അവിടെ 3 പേരില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. നാം ഇറങ്ങിച്ചെന്ന് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കും? ഇങ്ങനെ നാം ഇറങ്ങിച്ചെന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് അവിടെ ദൈവം അർത്ഥമാക്കുന്നത്? 2-3 ആഴ്ച കൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത്രയും കിടന്ന് പഠിപ്പിച്ചു തരുന്ന എന്തെങ്കിലും ഫലം ഉണ്ടോ എന്നറിയില്ലേ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അറിയാന്നുള്ളവർ ഒന്ന് കര വരുത്തും, പറയുക. അല്ല, ഞാൻ ഇങ്ങനെ വാങ്ങിക്കൊള്ളുന്നത് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. ഒന്നുകൂടെ. വേറെ ആരെങ്കിലും? മാനസികമായിട്ട് ഓക്കെ, ഏകദേശം ശരിയായി. അപ്പൊ ആത്മാവായിട്ടല്ല ഇവിടെ ഇറങ്ങി വരുന്നത്, ശരീരധാരിയായിട്ടാണ്. 3 ഭാഗമുണ്ട്. ബ്രദർ 2 പറഞ്ഞല്ലോ, അതാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് ചോദിച്ചത്. അപ്പോഴെങ്കിലും പെട്ടെന്ന് കത്തുന്ന വിചാരിച്ചത്. പ്രാണൻ. ഇപ്പൊ ആദാമിന് ഒരു ബോഡി ഉണ്ടാക്കി മണ്ണിൽ നിന്ന്. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ അവിടെ 3 പേരില്ല എന്ന് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? നാം എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്, അത് 3 പേരുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ 3 വ്യക്തികൾ ഉണ്ടാക്കണമായിരുന്നു. കാര്യം യേശുക്രിസ്തു ലോകം പറയുന്ന രീതിയിൽ പുത്രൻ, അങ്ങനെ പറയാം, പുത്രൻ ദൈവത്തിന് സമമല്ലല്ലോ, പരിശുദ്ധാത്മാവ് പുത്രന് സമമല്ല അവര് പറയുന്ന രീതിയിൽ. കാര്യം എന്താ? ദൈവത്തിന്റെ സൃഷ്ടികളിൽ ആദിജാതൻ. അപ്പൊ ദൈവം സൃഷ്ടിയല്ല, സൃഷ്ടി വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ സൃഷ്ടി അവർ പറയുന്ന വേറെയാണ്. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായ 3 വ്യക്തികൾ ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ അല്ല. നാം നമ്മുടെ എന്ന് പറയുന്നത് പോലെ അവിടെ ആദാമിന് വേണ്ടി, അപ്പൊ ആദാം എന്നത് ആത്മാവാണ്. ആ ആദാമിന് വേണ്ടി ഒരു ജഡിക ബോഡി ഉണ്ടാക്കി. ആ ബോഡിയിൽ ദൈവം ശ്വാസം ഊതി അവൻ ജീവനുള്ള. എല്ലാവരും ദേഹി, നിങ്ങളൊക്കെ എവിടെ ഇരിക്കണമെന്നോ? അത് ഈ സഭയിൽ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് നിരൂപിക്കണം നിങ്ങളെ കുറിച്ചൊക്കെ? ഇവിടെ വ്യക്തമായിട്ട് എടുത്ത് പഠിപ്പിച്ചാലും ജീവനുള്ള ആത്മാവായി തീർന്നു.
നിങ്ങൾ എന്ത് കേട്ട് പഠിക്കുന്നോ, വീട്ടിൽ ചെന്നിരിക്കുന്നോ, നിങ്ങൾക്ക് ധ്യാനവും ഇല്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. എത്രയോ തവണ വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കേണ്ടതല്ല. ഇപ്പൊ പ്രത്യേകിച്ച് വെളിപ്പാട്, ഞാൻ പറയും, എനിക്ക് മെസ്സേജ് അങ്ങ് എടുത്തോണ്ട് പോയാൽ മതി, വായിച്ചോ, ഇവിടെ പ്ലേ ചെയ്തോ, അല്ലെങ്കിൽ പുസ്തകം വായിച്ച് പഠിപ്പിച്ചാൽ മതി. ഇതെല്ലാം ഞാൻ എത്ര മണിക്കൂർ എന്നല്ല, മെയിനായിട്ട് ചോദിച്ചോ, കർത്താവ് രാവിലെ മുതൽ രാത്രി വരെയൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇനിയിപ്പോ അബ്രഹാമിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ എവിടെ നിന്നെല്ലാം വചനം കണക്ട് ചെയ്ത് ഇപ്പോഴും തീർന്നിട്ടില്ല. എത്ര പേപ്പറുകളെ കുറിച്ച് വെച്ചിട്ടുണ്ടെന്നറിയാം. മീന പറയും, ചേട്ടാ ഇതെല്ലാം കൊണ്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കേ. ഞാൻ പറഞ്ഞു, അതെല്ലാം കൂടെ യൂട്യൂബിൽ ഇപ്പൊ പോസ്റ്റ് ചെയ്യല്ലേ. ഞാൻ ഇതിന്റെ പിന്നാലെയാണ് കുറെ ദിവസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട് നിങ്ങളതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ആലോചിക്കും, ഇത് പഠിപ്പിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടാവുന്നു. യൂട്യൂബിൽ കിടക്കും. നിങ്ങൾക്ക് ആത്മീയമായി കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ പഠിപ്പിച്ചത് എന്താ കാര്യം? ഞാൻ മാത്രം മനസ്സിലാക്കുന്നു. കാര്യം മണിക്കൂറുകളോളം ഇതിന്റെ പിന്നിലാണ്. 10-11 മണിയൊക്കെ വെച്ച് കിടക്കുമ്പോൾ, ചിലപ്പോൾ രാത്രി 2 മണിക്കോ 3 മണിക്കോ കഴിക്കുകയാണെങ്കിൽ ഉറക്കം വരില്ല. ആ കാര്യം കിട്ടിയ വെളിപ്പാടുകളും വചനങ്ങളും കണക്ട് ചെയ്ത് അങ്ങനത്തെ വളരെ സത്യങ്ങളാണ്. പിന്നെ കഴിച്ച് കുറച്ചുകൂടെ വചനങ്ങൾ നോക്കി കോട്ട് ചെയ്ത് പേപ്പറിൽ എഴുതി വെച്ച് ഇപ്പം ഇതിലെല്ലാം ഇങ്ങനെ ഇതുപോലെ ആയിക്കൊണ്ടിരിക്കണം. റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നോഹയുടെ കാലത്ത് അവിടെ പഠിപ്പിക്കുന്ന അറിയാം, വരച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കത് കൃത്യമായിട്ട് വെളിപ്പെടേണ്ടതാണ്. അപ്പൊ മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്ന് ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ആത്മാവായി എന്നാണ്. അപ്പൊ ഊതിയതെന്ത്? നിത്യജീവൻ. നിത്യജീവൻ എവിടേക്ക് ഊതി? ആത്മാവിലേക്ക്. ഈ നിത്യജീവനും ആത്മാവും എന്തിലായി? മണ്ണിൽ നിന്നെടുത്ത പൊടിയുടെ ജഡശരീരത്തിലായി. അപ്പൊ ജഡശരീരം മണ്ണിൽ നിന്നെടുത്തത് മണ്ണിലേക്ക് പോകും. ആത്മാവ്, അതിനു മുമ്പായിട്ട് ആത്മാവിൽ ഈ ഊതി വന്ന ജീവൻ, ആ ജീവനാണ് ഏദൻ തോട്ടത്തിൽ വചനം ധിക്കരിച്ചപ്പോൾ പോയത്, മരിച്ചു. മരണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് പ്രാണൻ വേർപെട്ടത് ഒന്നാമത്തെ മരണം. രണ്ടാമത്തെ മരണമാണ് നിത്യജീവൻ പ്രാപിക്കാതെ അവൻ പിന്നത്തേതിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടും. പക്ഷെ ക്രിസ്തുവിലായ ഒരു വ്യക്തിക്ക് ഒരു മരണമേ ഉള്ളൂ. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോഴും അവൻ മരിക്കുന്നില്ല, അവൻ നിദ്രയില്ല. അതിനു മുമ്പ് അവൻ മരിച്ചു. എപ്പോഴും പാപസംബന്ധമായി നമ്മൾ ഒരിക്കലും എന്നേക്കുമായി മരിച്ചു. ഇനി യേശു ക്രിസ്തു ജീവിക്കുന്നത് നമുക്കൊരു മരണമേ ഇല്ല. ഇനി ലോകപ്രകാരം മരിച്ചു എന്ന് പറഞ്ഞാലും ജീവിക്കും. എന്താ? ആ പ്രാണൻ വന്നു കഴിഞ്ഞു. വ്യക്തി എന്ന് പറയുന്നത് ആത്മാവാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതാണ് നിത്യജീവൻ. അതാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്. അത് ചേർന്ന് മുകളിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അവൻ ആ ജീവനുള്ള ആത്മാവായി തീർന്നു. അപ്പൊ ജഡശരീരമായി, ആത്മാവായി, പ്രാണനായി. അപ്പൊ ദൈവം ഇറങ്ങി വരുമ്പോഴും അങ്ങനെയാണ് വരുന്നത്. നാം വരുവിൻ, നാം ഇറങ്ങി ചെല്ലാമെന്ന് പറഞ്ഞാൽ, അല്ലാതെ 3 വ്യക്തിയല്ല അവിടെ ഇറങ്ങി വരുന്നത്. ഓക്കെ, അവിടെ ഭാഷ ഇതിൽ വലിയ പ്രാധാന്യമില്ല, ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ദൈവത്തിന് നോഹയുടെ കാലത്ത് ദൈവം ജലപ്രളയം വരുത്തി ലോകത്തെ മുഴുവൻ നശിപ്പിച്ചതുപോലെ ഇനി നശിപ്പിക്കാതിരിക്കാൻ വരൂ, നമുക്ക് ആകാശം മുട്ട ഒരു ഗോപുരം പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു ഗോപുരം പണിതു. അപ്പൊ ദൈവത്തോട് എതിർക്കുന്ന ഒരു തലമുറ ഉൽപ്പത്തി 11 മുതൽ വീണ്ടും തുടങ്ങിയാണ്. നോഹയുടെ കാലത്തിന് ശേഷം വ്യക്തമായിട്ട് നോഹയുടെ കാലത്തിന് ശേഷം അപ്പോ കൊല്ലാതിരിക്കാൻ ഒരു അടയാളം വെച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പ്രവൃത്തി അവിടെ ഉണ്ടാകണം. അപ്പൊ അവിടെ ഭൂമിയിലെങ്ങും ചിതറിച്ച് കളഞ്ഞു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചിതറിപ്പോയി. ഇപ്പോൾ നിർത്താം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ചിതറപ്പെട്ട് പോയപ്പോൾ അന്ന് അവർക്ക് അറിയാവുന്നത് ഈ ഇഷ്ടിക ഉണ്ടാക്കുന്നതും കൃഷിപ്പണികളും, മണ്ണിനോട് ചേർന്നാണ് അവർ ജീവിച്ചത്. എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്ത്, ദൈവത്തിന്റെ ജനമാണെങ്കിൽ ആടുകളെ മേടിച്ച് കന്നുകാലികളെ പരിപാലിച്ചതൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. എന്നാൽ ഇവർ ഭൂമിയിൽ നിന്ന് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മണ്ണിൽ നിന്നുള്ള ഇരുമ്പ് ഇതൊക്കെ വേർതിരിച്ചിട്ട് അവർ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആര്? ഈ നോഹയുടെ നിമ്രോദിന്റെ വംശത്തിൽപ്പെട്ടവർ 1000 മക്കളാണ്. അപ്പോ അങ്ങനെ ഇവരെ പിന്നെ ചെതറിച്ചപ്പോൾ അന്ന് നൗകകളാണ് ഉള്ളത്, വാഹനങ്ങളൊന്നുമില്ല, റോഡ് മാർഗമല്ല സഞ്ചാരം കൂടുതലും, കാളവണ്ടിയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് മെയിൻ ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് ദൈവം ഭൂമിയിൽ എല്ലായിടത്തുമായി ചിതറിച്ച് കളഞ്ഞപ്പോൾ നദീതടങ്ങളിലാണ് അവർ പോയത്. ബോട്ടുകളിൽ ഓരോ നൈൽ നദിയുടെ, സിന്ധു നദിയുടെ ഇവിടെ പല ഭാഗത്ത് ചെന്ന് അവർ താമസമായി. അങ്ങനെയാണ് ചിതറപ്പെട്ടപ്പോൾ ഇവിടെ ഇന്ത്യയിൽ സിന്ധു നദീതടങ്ങളിലും ജനം വന്ന് പാർത്തത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നദീതടങ്ങളിലെല്ലാം അവർ പോയി പാർത്തു. പിന്നെ അവിടെ ഒരു സംസ്കാരമായി. ഹിന്ദു എന്നത് മതമല്ല, ഒരു സംസ്കാരമാണ്, അവരുടേതായ ഒരു സംസ്കാരം. അപ്പോഴും ഈ വേർപെട്ട് പല രാജ്യങ്ങളിൽ പോയവർ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പലരായിട്ട് വേറെ വേറെ വിവാഹം കഴിച്ചു വന്നെങ്കിലും അതിൽ പൗരോഹിത്യ ശുശ്രൂഷ ഗുണമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ പിന്നത്തേതിൽ വന്നിട്ടാണ് ഇവിടെ ബ്രാഹ്മൺസ്, നമ്പൂതിരി, ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവുന്നത്. അവരെപ്പോഴും ഈ നിമ്രോദിന്റെ കാലത്താണ് ഇത് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിമ്രോദിന്റെ കാലത്താണ് വിഗ്രഹാരാധന തുടങ്ങുന്നത്.
അതിനുശേഷം മുതൽ ഈ ചിതറപ്പെട്ടു പോയ ജനങ്ങളെല്ലാം അവിടെ ഈ വ്യാഴം ഗ്രഹത്തെ ആരാധിച്ചിരുന്നു, സൂര്യനെ ആരാധിച്ചിരുന്നു, സയാമീസ്, നീനസ്, ഇങ്ങനെ കുറെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ആരാധിച്ചിരുന്നു. അവിടുന്ന് ചിതറിച്ച് കളഞ്ഞപ്പോൾ അവർ ചിതറിപ്പോയ രാജ്യങ്ങളിൽ അവിടെയും രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് അവർ ആരാധിച്ചു, വിഗ്രഹാരാധന. അങ്ങനെ പോകുന്നു. അപ്പോഴും ദൈവത്തിന്റെ ജനവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച മുതൽ അബ്രഹാമിന്റെ നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് വരിക. ഇവിടെ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, അബ്രഹാമിന്റെ കാര്യമൊക്കെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക, പഠിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, അവിടെ മുതൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ശാപവും ഉണ്ട്. ഇത് അന്ന് കൊടുത്തതെല്ലാം ഇന്ന് ജാതികളുടെ മേൽ വരും. വിശ്വാസം നമ്മൾ തിരഞ്ഞെടുത്താൽ ആ വിശ്വാസവും അതിൻ്റെ മേലുള്ള വർധനവും നമുക്ക് ലഭിക്കും. തള്ളിക്കളയുന്നെങ്കിൽ അതിന് പിന്നിൽ പറഞ്ഞിരുന്ന ശാപവും എൻ്റെ മേൽ വരും. അപ്പൊ അബ്രഹാമിന്റെ കാര്യം കേൾക്കാനല്ല അവിടെ വരാൻ, അവിടെ പറഞ്ഞിരുന്ന കൽപ്പനകളും ഉപകൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും എല്ലാം ഇന്ന് എനിക്ക് ബാധകമല്ലെന്നല്ല, ന്യായപ്രമാണം പോലും ഇന്ന് എന്റെ ഹൃദയത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വിശ്വാസ സംബന്ധമായി ഞാൻ എടുക്കുമ്പോൾ എനിക്ക് പ്രാപിക്കാവുന്ന അനുഗ്രഹങ്ങൾ ഏത്, ദൈവം എന്നെ ഏത് തരത്തിൽ കാണും, ആ സമയത്ത് ഞാൻ ക്രിസ്തുവിൽ ആരാണ്, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആഗ്രഹത്തോടു കൂടെ വരിക. എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്നതല്ല കേൾക്കേണ്ടത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ദൈവത്തോട് പറയുക. യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ പിന്നീട് കയറി കേൾക്കുക. ഇതിനേക്കാൾ കൂടുതൽ കർത്താവ് നിങ്ങളെ പഠിപ്പിക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ, ഈ ആരാധനയുടെ ആദ്യം തങ്ങളുടെ കൃപയ സാന്നിധ്യം കൂടെ ഇരുന്നതിന് നന്ദി. കർത്താവ് യേശുവേ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇതാകുന്നു ആരാധന. ദൈവവചനം കേട്ട് ആ വചനപ്രകാരം ഞാൻ അല്ല എങ്കിൽ 36 ജാരസന്തതി ഉണ്ടായതുപോലെ ദൈവത്തിന്റെ ജനം, സേത്തിന്റെ വംശം, മനുഷ്യരുടെ പുത്രിമാർ, അത് കായിന്റെ മക്കൾ, ഈ സഭയിൽ വന്നിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ദൈവിക വെളിപ്പാടുകളും ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ പിശാച് പറഞ്ഞു തരുന്ന ലോകപരമായ കാര്യങ്ങളും എടുത്തുകൊണ്ട് ജീവിക്കാനുള്ളതല്ല എങ്കിൽ അങ്ങനെയുള്ള ഫലം വരുമ്പോൾ അത് ജാരസന്തതിയാകും. എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വചനത്തോടുകൂടെ കാതോർത്ത് ആ ദൈവവചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ പരിശുദ്ധാത്മാവിനോട് തന്നെ അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം സ്നേഹിക്കും. അപ്പോൾ നമുക്കും ഒന്നും അസാധ്യമാവുകയില്ല. ദൈവം സകലതും അനുകൂലമാക്കി തരും. കർത്താവായ യേശുവേ, ഇതുവരെ നമ്മുടെ കൂടെ ഇരുന്നതിനായി നന്ദി കർത്താവ്. ഇത് ഹൃദയത്തിൽ അവർക്ക് ലഭിച്ചതായിരിക്കട്ടെ. നോഹയുടെ കാലത്ത് നോഹ യഹോവ പറഞ്ഞതുപോലെ ചെയ്തു. കർത്താവെ, ലോകത്തോട് പോയി അറിയിക്കുമ്പോൾ എല്ലാവരും നോഹയെ പരിഹസിച്ചെങ്കിൽ ഇന്നും കർത്താവായ യേശു ക്രിസ്തു ആകുന്നു നമുക്ക് നൽകിക്കുന്ന ഏക നാമം. അത് ലോകത്തോട് ചെന്ന് പറയുമ്പോൾ എല്ലാവരും തള്ളിക്കളയും, പരിഹസിക്കും, നമ്മുടെ പേർ വിടക്കുന്നെന്നും. എങ്കിലും കർത്താവായ യേശുവെ, അങ്ങയോടുകൂടെ ചേർന്ന് ജീവിപ്പാൻ നോഹ ജീവിച്ചതുപോലെ കാർമേഘമുണ്ടോന്ന് നോഹയുടെ കാലത്ത് എല്ലാവരും ചോദിച്ചിട്ട് പരിഹസിച്ചപ്പോഴും നോഹ കാർമേഘത്തെ അല്ല നോക്കിയത്, വാഗ്ദത്തം ചെയ്ത കർത്താവ് പ്രവർത്തിപ്പാൻ സർവശക്തൻ കർത്താവിനെ തന്നെ അവൻ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു. അതുകൊണ്ട് അവൻ അപമാനം സഹിച്ചുവെങ്കിൽ ഈ ദൈവവചന സത്യം ലോകത്തോട്, നമ്മുടെ ചാർച്ചകളുടെ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയും ദേശത്തിലും ലോകത്തിന്റെ അറ്റത്തോളം പറയുവാൻ നമ്മളെയാണ് കർത്താവ് ആക്കിയിരിക്കുന്നത്. വഴി ദൂഷി നിന്ന പരിഹാസം ഏൽക്കണമെങ്കിൽ തന്നെയും ഭാഗ്യമുണ്ടാകണം. കരുണയുള്ള കർത്താവെ, ദൈവിക മർമ്മങ്ങളെ, സത്യങ്ങൾ ആഴത്തിൽ ഗ്രഹിച്ചുകൊണ്ട് ഈ കാലത്ത് എത്ര പേർ തന്നെ എതിർത്താലും കർത്താവായ യേശുവേ, നീതിമാന്റെ ഗണത്തിലോ വിശുദ്ധന്മാരുടെ ഗണത്തിലോ എന്ന് പരിശോധിച്ചുകൊണ്ട് തടകുടം എഴുന്നേറ്റ് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് വരുവാൻ, ആത്മാവിനാൽ ഒരുക്കപ്പെടുവാൻ, ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ, ആത്മാവിന്റെ ഫലം കായ്പാൻ, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കുന്ന കരുണയുള്ള കർത്താവെ, കരങ്ങളെ ഉയർത്താൻ. കർത്താവെ സ്തോത്രം. എന്റെ വാക്ക്, ചിന്ത, നോട്ടം, പ്രവൃത്തികൾ എപ്പോഴും തെറ്റ്, ദോഷമുള്ളത്, നിരൂപണങ്ങളെല്ലാം തെറ്റായി പോകുന്ന കർത്താവെ, ദൈവവചന പ്രകാരം ജീവിപ്പാൻ പലപ്പോഴും കഴിയുന്നില്ല. ഞാൻ എന്നെ ക്രിസ്ത്യാനിയാക്കുന്നു, എന്നാൽ കർത്താവിന് ഞാൻ ആരാണെന്ന് അറിയാം. ലോകത്തിന് അറിയില്ലെങ്കിലും കർത്താവെ അങ്ങേക്ക് അറിയാം. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സറണ്ടർ ആകുന്ന കർത്താവെ, ഞാൻ ഏതുമില്ല പരിശുദ്ധാത്മാവെ. ചെന്നായ്ക്കളുടെയും കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം നമ്മെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. നമ്മെ ചെത്തി വെടിപ്പാക്കണമേ. എനിക്കെന്നെ ഒരുക്കാൻ കഴിയില്ല.
ക്രിസ്തുവിനുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ ജീവിതം ജീവിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവാണ് തന്നിരിക്കുന്നത്. ആ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ സഹായിക്കണമേ. വഴിതെറ്റി പോകുമ്പോൾ കർത്താവെ നേർവഴിക്ക് നടത്തി തിരുവചനത്തിന്റെ വെളിപ്പാടുകൾക്ക് അനുസരിച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര തന്നെ പഴി ദൂഷ്യം നിന്നാ കേൾക്കേണ്ടി വന്നാലും അപ്പോൾ സന്തോഷിക്കുന്ന ഒരു വ്യക്തി കർത്താവ് യേശു ക്രിസ്തു തൊട്ടരികിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അത് കാണാൻ കഴിവുള്ളവനാണ് ക്രിസ്ത്യാനി. കർത്താവ് യേശു അത് ദൈവനാമ മഹത്വനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിന് ആമേൻ. ആമേൻ. ആശീർവാദം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവുവരെയും നമ്മൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് യേശുവേ വേഗം വരണമേ. ഈ കൂട്ടായ്മ തിരിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലെസ് യു. ഒരു മിനിറ്റ് കാണിക്കുന്ന ദശാംശം പ്രാർത്ഥിച്ചില്ല. കരങ്ങൾ നീട്ടാം. കരങ്ങളുടെ കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നാം അങ്ങിലും അങ്ങ് നമ്മിലുമായിരിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ചതിന്റെ ഒരു ഓഹരി ദശാംശമായി കാണിക്കായി തിരുസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കാകട്ടെ. കർത്താവെ, ഒഴിവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരുന്നു മോഷ്ടിക്കാത്തത് സ്വർഗത്തെ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സന്തോഷ സമൃദ്ധി പോരായി വരുമ്പോൾ അങ്ങ് നൽകുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സകലതും അങ്ങയുടെ നാമം മഹത്വനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ആമേൻ.